ശ്രദ്ധിക്കാം. ഇന്ന് നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് ഡേറ്റഡ് ഇഫ് എന്നുള്ളൊരു കൺസെപ്റ്റാണ്. ഡേറ്റഡ് ഇഫ് നമ്മൾ ഒരു ഇതിൻ്റെ വർക്ക് എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഒരു കൊല്ലം ഒരു ഡേറ്റ് തൊട്ടിട്ട് ഇന്ന് വരെ എത്ര ഇയറായി, അല്ലെങ്കിൽ എത്ര മന്തായി, മാസമായി, അല്ലെങ്കിൽ എത്ര ഡേറ്റ് ആയി എന്നൊക്കെ കാണാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഇക്വേഷനാണ് എന്ത് ഡേറ്റഡ് ഇഫ് എന്നുള്ളത്. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഞാൻ പറയുകയാണ്, എൻ്റെ കമ്പനിയിൽ 2018 ജൂൺ മാസത്തിൽ വന്നിട്ടുള്ളത് കഴിഞ്ഞിട്ട് ഈ 2018 ജൂൺ മാസം തൊട്ടിട്ട് ഇതുവരെ എത്ര ഇയറായി, അല്ലെങ്കിൽ എത്ര മന്തായി, അല്ലെങ്കിൽ എത്ര ദിവസമായി എന്നൊക്കെ പ്രിൻ്റ് ചെയ്യിക്കാനായിട്ട് ഉപയോഗിക്കുന്നതാണ് എന്ത് ഇവിടെ ഡേറ്റഡ് ഇഫ് എന്നുള്ള കണ്ടീഷൻസ്. അപ്പോൾ അതിനായിട്ട് ഞാൻ ചെയ്യുന്ന ഒരു ഇക്വേഷൻസ് ശ്രദ്ധിക്കാം. ഇവിടെ ഞാൻ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുത്തിട്ടുണ്ട്. ക്ലിയർ ആണല്ലോ? ഡേറ്റ് ഓഫ് ബർത്ത് എന്ന് പറഞ്ഞിട്ടൊരു കോളം കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ ഡേറ്റ് ഓഫ് ബർത്ത് എൻ്റർ ചെയ്യുമ്പോൾ നമുക്ക് ഇന്ന് വരെ എത്ര ഇയറായി, എത്ര വർഷമായി, അല്ലെങ്കിൽ എത്ര മന്തായി, എത്ര ഡേ ആയി എന്നൊക്കെ പ്രിൻ്റ് ചെയ്യണം. ശ്രദ്ധിക്കാം. അതിനായിട്ട് നമ്മൾ ഉപയോഗിക്കേണ്ടത് നമ്മുടെ കമ്പ്യൂട്ടറിൽ എങ്ങനെയാണോ നമ്മുടെ ഡേറ്റ് എടുക്കുന്നത്, മനസ്സിലായില്ലേ? ചില ആൾക്കാർക്ക് 7/9/2021 എടുക്കുന്നുണ്ടാവുക, ചില ആൾക്കാർക്ക് 9/7/2021 എടുക്കുന്നുണ്ടാവും. അപ്പോൾ ഇവിടെ എടുക്കുന്ന ഫോർമാറ്റ് എന്താണോ ആ ഫോർമാറ്റിലായിരിക്കണം നമ്മളിവിടെ ഡേറ്റ് ഓഫ് ബർത്ത് സെറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അതിന് മുന്നേ നമുക്ക് ഇക്വേഷനിലേക്ക് കിടക്കാം. ഈക്വൽ ടു ഡേറ്റഡ് ഇഫ് എന്ന് ടൈപ്പ് ചെയ്യാം. ഡേറ്റഡ് ഇഫ് എന്നുള്ള ഭാഗം ടൈപ്പ് ചെയ്യാം, ബ്രാക്കറ്റ് സ്റ്റാർട്ട് ചെയ്യാം. എന്നിട്ട് നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് എൻ്റർ ചെയ്യാനുള്ള സെല്ല് ക്ലിക്ക് ചെയ്യുക, കോമ ടുഡേ. ടുഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ ദിവസം ഡേറ്റ് പ്രിൻ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന കമാൻഡാണ് എന്ത് ടുഡേ എന്നുള്ള കമാൻഡ്. കോമ ഇൻവെർട്ട് കോമയിൽ ഇയർ അല്ലേ പ്രിൻ്റ് ചെയ്യാനുള്ളത്, അപ്പോൾ വൈ എന്നുള്ള കമാൻഡ് സെറ്റ് ചെയ്ത് കൊടുക്കുക. മനസ്സിലായല്ലോ? ബ്രാക്കറ്റ് ക്ലോസ് ചെയ്ത് എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ 121 നോക്കണ്ട നിങ്ങൾ. കാരണം എന്താ വെച്ചാൽ നമ്മളവിടെ ഡേറ്റ് ഓഫ് ബർത്ത് എൻ്റർ ചെയ്തിട്ടില്ലല്ലോ, അതുകൊണ്ടാണ് അവിടെ ആ നമ്പർ വരാത്തത്. ക്ലിയർ ആണല്ലോ? അപ്പോൾ നമ്മൾ ഇത്രേ ചെയ്തുള്ളൂ. ശ്രദ്ധിക്കുക, ഈക്വൽ ടു ഡേറ്റഡ് ഇഫ് എന്ന് ടൈപ്പ് ചെയ്യാം. ഡേറ്റഡ് ഇഫ് എന്ന് ടൈപ്പ് ചെയ്യാം, ബ്രാക്കറ്റ് സ്റ്റാർട്ട് ചെയ്യാം, സെല്ല് ക്ലിക്ക് ചെയ്യുക, കോമ ടുഡേ. ടുഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ ഡേറ്റ് പ്രിൻ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നു. ടുഡേ ബ്രാക്കറ്റ് സ്റ്റാർട്ട് ചെയ്യുക, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, കോമ ഇൻവെർട്ട് കോമയിൽ എന്ത് ചെയ്യണം? ഇൻവെർട്ട് കോമയിൽ നമ്മൾ ഇയർ ആണെന്നുണ്ടെങ്കിൽ വൈ എന്നുള്ള കമാൻഡ് പ്രിൻ്റ് ചെയ്യിക്കാനായിട്ട് ശ്രമിക്കുക. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. മന്ത് ആണെങ്കിലാ ഈക്വൽ ടു നോക്കിയൊക്കെ ഡേറ്റഡ് ഇഫ് ബ്രാക്കറ്റ് സ്റ്റാർട്ട് ചെയ്യുക, സെല്ല് കോമ എന്ത് ചെയ്യാണ് നമ്മൾ ടുഡേ. ടുഡേ ബ്രാക്കറ്റ് സ്റ്റാർട്ട് ചെയ്തു, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു, കോമ ഇൻവെർട്ട് കോമയിൽ വൈയും എമ്മും കൊടുക്കും. ക്ലിയർ ആണല്ലോ? വൈയും എമ്മും കൊടുക്കുക. ഈ ഭാഗം മനസ്സിലായില്ലേ? ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ അടിക്കുക. ഇവിടെ ഈക്വൽ ടു ഡേറ്റഡ് ഇഫ് ബ്രാക്കറ്റ് സ്റ്റാർട്ട് ചെയ്യുക, സെല്ല് ക്ലിക്ക് ചെയ്ത് കൊടുത്തു, കോമ ടുഡേ. ടുഡേ ബ്രാക്കറ്റ് സ്റ്റാർട്ട് ചെയ്തു, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു, കോമ ഇൻവെർട്ട് കോമയിൽ എന്താ കൊടുക്കുക? എമ്മും ഡിയും കൊടുക്കുക. അതായത് മന്തും ഡേറ്റും കൊടുക്കുക. ക്ലിയർ ആണല്ലോ? ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ അടിക്കുക. ഇനി ആരുടെയെങ്കിലും ഒരാളുടെ ഡേറ്റ് ഓഫ് ബർത്ത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരു ഡേറ്റ് ഓഫ് ബർത്ത് എന്ന് പറഞ്ഞാൽ ആരെങ്കിലും ഒരാളുടെ ഡേറ്റ് ഓഫ് ബർത്ത് എന്ന് പറഞ്ഞേ 3/8/1999. നോക്കിയേ, 21 വയസ്സും 11 മാസവും 6 ദിവസവും ആയിട്ടുണ്ടാവും ഇന്നത്തെ ഡേറ്റിന്. ക്ലിയർ അല്ലേ? അതായത് അടുത്ത മാസം 3-ാം തീയതിയാണ് പിറന്നാൾ വരുന്നത്. അപ്പോൾ എന്ത് വരും? കണ്ട ഇവിടെ 11 എന്നുള്ളത് കണ്ടില്ലേ? അടുത്ത മാസം വരുമ്പോൾ ഇവിടെ എന്താവും? ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ 22 ആവും, ഇവിടെ 0 ആവും, ഇവിടെ 6 ആവും. മനസ്സിലായല്ലോ? അപ്പോൾ എൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് അടിക്കുന്ന സമയത്ത് ഞാനിപ്പോൾ പറയണം 30/5/1983. കണ്ട ഈ 83 എന്നുള്ള ഡേറ്റ് തൊട്ടിട്ട് ഇന്ന് വരെ എത്ര ഇയറായി, എത്ര മന്തായി, എത്ര ഡേ ആയി എന്നുള്ളത് പ്രിൻ്റ് ചെയ്യും. ക്ലിയർ ആണല്ലോ? ഈ സ്റ്റെപ്പ് ക്ലിയർ ആയില്ലേ?
ക്ലിയർ ആണല്ലോ. അപ്പോൾ ഡേറ്റ് ഡിഫിന് ഇയർ കാണാനായിട്ട് വൈയും മന്ത് കാണാനായിട്ട് എന്താണ് വൈയും എമ്മും, അതേപോലെ തന്നെ ഡേ കാണാനായിട്ട് എമ്മും ഡി. ക്ലിയർ അല്ലേ? ഇത്ര ഭാഗം മനസ്സിലായല്ലോ. ഇനി അതിൻ്റെ ചെറിയൊരു എക്സാമ്പിൾ നമ്മളിവിടെ വേറെ കൊടുത്തിട്ടുണ്ട്. ഇന്ന ബിൽ ഡേറ്റ് തൊട്ടിട്ട് എത്ര മന്തായി എന്നൊക്കെ പ്രിൻറ്റ് ചെയ്യിക്കാനായിട്ട്. വെറും മന്ത് മാത്രമാണെന്നുണ്ടെങ്കിൽ വൈയും എമ്മും മാത്രം കൊടുക്കുക കേട്ടാ, ഇയറിൽ നിന്ന് മന്ത് പ്രിൻറ്റ് ചെയ്യാനായിട്ട്. ഡേറ്റ് കാണാനായിട്ട് എമ്മും ഡിയും കൊടുക്കുക. ക്ലിയർ ആണല്ലോ തരുണേ? ഈ കൺസെപ്റ്റ് ക്ലിയർ ആണല്ലോ? ഡേറ്റ് ഡിഫിൻ്റെ ക്ലിയർ ആണല്ലോ? അനന്തു മനസ്സിലായല്ലോ? അനന്തു ക്ലിയർ അല്ലേ? ഓക്കെ. ഡേറ്റഡ് ഇഫ് എന്നുള്ളത്, അതായത് ഇക്വേഷൻസ് ഇത്രേ ഉള്ളൂ, ഡേറ്റഡ് ഇഫ് കേട്ടോ. ഓക്കെ, അടുത്ത ടോപ്പിക്കിലേക്ക് കിടക്കുകയാണ് നമ്മൾ. ആൻഡ് എന്നുള്ളൊരു ടോപ്പിക്കിലേക്ക് കിടക്കാം. ആൻഡ് എന്താണ് ആൻഡ്? ആൻഡ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം നമുക്കറിയാമല്ലോ അല്ലേ? ഒന്നിൽ കൂടുതലാണ്, ഇതും അതും എന്നൊക്കെ പറയുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഇക്വേഷനാണ് എന്ത്? ആൻഡ്. ഞാനിവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, ആദ്യം ശ്രദ്ധിക്കുക. ഈ സെല്ല്, അതായത് ഈ C4 എന്നുള്ള സെല്ല് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 100 ആവണം. D4 എന്നുള്ള സെല്ല് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 100 ആവണം. ഈ രണ്ട് കണ്ടീഷനും ശരിയാണ് അല്ലേ? രണ്ടും 100ൻ്റെ മേലെയാണ്. ക്ലിയർ ആണല്ലോ? ഇവിടെ ഞാൻ നോക്കിയൊക്കെ C5 എന്നുള്ള സെല്ല്, അതായത് ഈ സെല്ല് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 100 ആവണം. ഈ സെല്ല് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 100 ആവണം. അത് 25 ആയ കാരണം ഇവിടെ ഫോൾസ് പ്രിൻ്റ് ചെയ്തു. മനസ്സിലായ? ഈ കണ്ടീഷൻസ് ശരിയല്ല. ഇനി അടുത്ത് നോക്കൂ. ഈ സെല്ല് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 100 ആവണം. ഈ സെല്ല് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 100 ആവണം. അതും ഫോൾസാണ്. കാരണം എന്താ? ഇവിടെ 25 ഉള്ളൂ, ഇവിടെ 500 ഉണ്ട്, അത് റെഡിയാണ്. ഇവിടെ നോക്കിയൊക്കെ ആൻഡ് ഈ സെല്ല് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ആവണം, കോമ ആ സെല്ല് തന്നെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 52 ആവണം. അതായത് 1ൻ്റെയും 52ൻ്റെ ഇടയിലാവണം എന്നാണ് ഈ കണ്ടീഷൻസ് പറഞ്ഞിട്ടുള്ളത്. മനസ്സിലായല്ലോ? അതിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഇക്വേഷൻസ് ഇത്രയേ ഉള്ളൂ. എല്ലാവരും ശ്രദ്ധിക്കുക. ഈക്വൽ ടു ആൻഡ് ഇത് ടൈപ്പ് ചെയ്യാം, ബ്രാക്കറ്റ് സ്റ്റാർട്ട് ചെയ്യാം. ക്ലിയർ ആണല്ലോ? ബ്രാക്കറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മൾ എന്താണോ കണ്ടീഷൻ, അപ്പോൾ ഈ സെല്ല് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എത്ര ആവണം? 100-നേക്കാൾ വലുതാവണം, കോമ അടുത്ത സെല്ല് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്താവണം? 100-നേക്കാൾ. നമുക്ക് ഇഷ്ടമുള്ള കണ്ടീഷൻ കൊടുക്കട്ടോ. ക്ലിയർ ആണല്ലോ? ആൽബിക്ക് ക്ലിയർ ആണല്ലോ? ഇത്രേ ഉള്ളൂ. ഈക്വൽ ടു ആൻഡ്, ഇത് ബേസിക്കാണ്, ആൻഡിൻ്റെ ബേസിക്കാണ്. ബാക്കിയുള്ള നമ്മൾ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കിടക്കുമ്പോൾ ബ്രാക്കറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ട് പറയാണ് ഈ സെല്ല് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 100 ആവണം, കോമ ഈ സെല്ല് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്താവണം? വീണ്ടും 100 ആവണം. അപ്പോൾ അത് ഫോൾസായി. കാരണം എന്താ? ഇവിടെ 25 അല്ലേ ഉള്ളൂ. ഇനി അതിൻ്റെ കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടോപ്പിക്കിലേക്ക് കിടക്കട്ടെ. ഇവിടെ നിന്ന് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയൊക്കെ, കുറച്ച് ആൾക്കാരുടെ പേരും ഒരു 3 സബ്ജക്റ്റും കൊടുത്തിട്ടുണ്ട്. ഇവരെ ഞാൻ ജയിച്ചോ തോറ്റോ എന്നുള്ളത് പറയണത് ഇവരുടെ മാത്സിൻ്റെ ആവറേജ് മാർക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകണം, ഇവർ ജയിച്ചോ തോറ്റോ എന്നുള്ളത് പ്രിൻ്റ് ചെയ്യും. ഞാൻ പറഞ്ഞ ക്വസ്റ്റ്യൻ മനസ്സിലായില്ലേ? അതായത് മാത്സ് ഒക്കെ കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്കൊരു ആവറേജ് കിട്ടില്ലേ? നോക്കിയൊക്കെ, ഈക്വൽ ടു AVERAGE ആവറേജ്, ബ്രാക്കറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഈ മാത്സിൻ്റെ കംപ്ലീറ്റ് മാർക്ക് ഞാൻ സെലക്ഷൻ ചെയ്ത് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്ത് കൊടുത്തപ്പോൾ 47 അവരുടെ ആവറേജ് മാർക്ക്. മാത്സിൽ 47 മാർക്കാണ്. ക്ലിയർ ആണല്ലോ? ഇവിടെ ഇംഗ്ലീഷിൻ്റെ ആവറേജ് എങ്ങനെ കാണാം? ഈക്വൽ ടു നോക്കിയേ, അതായത് ഇംഗ്ലീഷിൻ്റെ ആവറേജ് 54 ഇവിടെ ഞാൻ എന്ത് ചെയ്യാണ്? ഫിസിക്സിൻ്റെ ആവറേജ് എന്താണ്? 60. മനസ്സിലായല്ലോ? 47, 54, 60 3 അതായത് മാത്സിൻ്റെ മൊത്തം ആവറേജ്, ഇംഗ്ലീഷിൻ്റെ മൊത്തം ആവറേജ്, ഫിസിക്സിൻ്റെ മൊത്തം ആവറേജ്. ഞാനിവിടെ സെറ്റ് ചെയ്യാൻ പോണത് എന്താണെന്നറിയോ നിങ്ങൾക്ക്? ഞാനിവിടെ സെറ്റ് ചെയ്യാൻ പോണത് എന്താ? ഞാൻ പറയുകയാണ് എന്തെന്ന്, എനിക്ക് ഈ 47 മാർക്കിന് മുകളിൽ കിട്ടിയവരൊക്കെ ജയിക്കണം, 54 മാർക്കിന് മുകളിൽ കിട്ടിയവരൊക്കെ ജയിക്കണം, 60 മാർക്കിന് മുകളിൽ കിട്ടിയവരൊക്കെ ജയിക്കണം. തരുണിന് മനസ്സിലായില്ലേ? മാത്സിൽ 47, ഇംഗ്ലീഷിൽ 54,
ഫിസിക്സിൽ 60 മാർക്ക് കിട്ടിയവരൊക്കെ ജയിക്കണം, അല്ലാത്തവരൊക്കെ തോൽക്കണം. ക്ലിയർ ആണല്ലോ? കൺസെപ്റ്റ് മനസ്സിലായില്ലേ? അപ്പോൾ അതിനായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ഇക്വേഷനാണ്. എല്ലാവരും ശ്രദ്ധിക്കട്ടോ. ഞാൻ എന്ത് ചെയ്യാണ്? ഈക്വൽ ടു ആൻഡ്. ഓക്കെ, എന്നിട്ട് ഞാൻ എന്ത് ചെയ്യാം? ഞാൻ ഇവിടെ സെറ്റ് ചെയ്ത് കാണിച്ചു തരാം. ശ്രദ്ധിക്കാം. ഈക്വൽ ടു ആൻഡ് ബ്രാക്കറ്റ് സ്റ്റാർട്ട് ചെയ്തു. ഈ സെല്ല് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്തിനേക്കാൾ? ഞാൻ പറയാണ് ആവറേജ്, AVERAGE, ആവറേജ് ബ്രാക്കറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? ഈ കാണുന്ന കംപ്ലീറ്റ് കോളം ഡ്രാഗ് ചെയ്ത് കൊടുക്കും. ക്ലിയർ ആണല്ലോ? കോമ, വീണ്ടും അടുത്ത സെല്ല് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്തിനേക്കാൾ? AVERAGE, ആവറേജ് ബ്രാക്കറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മൾ എന്ത് പറഞ്ഞു? എനിക്ക് ഈ ഇംഗ്ലീഷിൻ്റെ മാർക്കിൻ്റെ ആവറേജിനേക്കാൾ. ക്ലിയർ ആണല്ലോ? ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു, കോമ, വീണ്ടും എന്താണ്? അടുത്ത സെല്ല് ഞാൻ ക്ലിക്ക് ചെയ്തു. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്തിനേക്കാൾ? ആവറേജ്, AVERAGE, ആവറേജ് ബ്രാക്കറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? ഫിസിക്സിൻ്റെ മൊത്തം നമ്മൾ കോളം സെലക്ഷൻ ചെയ്ത് വെച്ചു. ക്ലിയർ അല്ലേ? എത്ര ബ്രാക്കറ്റ് ഇട്ടുണ്ടോ അത്ര ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ അടിക്കുക. ഇപ്പോൾ നോക്കി നിങ്ങൾ. ഇനി ഒരു കാര്യം ചെയ്യണം. ഇതിനൊക്കെ ഒരു ഡോളറിൻ്റെ സിമ്പിൾ കൊടുക്കണം. F4 എന്നുള്ള സിമ്പിൾ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കും. ക്ലിയർ ആണല്ലോ? F4 എന്നുള്ള സിമ്പിൾ നമ്മൾ എന്ത് ചെയ്യണം? അതിൽ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കും. ഇനി ഇതിൻ്റെ ഡ്രാഗ് ചെയ്ത് നോക്കി. നമ്മളീ പറഞ്ഞിട്ടുള്ള മാത്സിൽ 47 മാർക്ക്, 54 മാർക്ക്, 60 മാർക്ക്, ആകെ 3 ആളുണ്ടാവുള്ളൂ. ഒന്ന് നീല മഞ്ഞ കളറിലുള്ളവർ, ഒന്ന് ഡേവിഡ്, ഒന്ന് ഹരി. ഈ 3 ആൾക്കാർ മാത്രമാണ് ട്രൂ ആയിട്ടുള്ളൂ. മനസ്സിലായ? ആൽവിക്ക് മനസ്സിലായി? ഇക്വേഷൻ ചെയ്ത് എങ്ങനെയാണെന്ന് മനസ്സിലായ? ഞാൻ പറയണമെങ്കിൽ ഒന്നുകൂടി കാണിക്കാൻ ശ്രദ്ധിക്കുക. ഈക്വൽ ടു അടിച്ചിട്ട് ആൻഡ് എന്ന് പറയുകയാണ്. ആൻഡ് ബ്രാക്കറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മൾ പറയുകയാണ് ഈ സെല്ല് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്തിനേക്കാൾ? ആവറേജ്, ഇവിടെയാണ് ഇക്വേഷൻ സെറ്റ് ചെയ്യുന്നത്. ആവറേജ് എന്തിൻ്റെ ആവറേജിനേക്കാൾ? ഈ കാണുന്ന മാത്സിൻ്റെ ആവറേജിനേക്കാൾ. ക്ലിയർ ആണല്ലോ? ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, കോമ, വീണ്ടും അടുത്ത സെല്ല് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്തിനേക്കാൾ? വീണ്ടും ഞാനവിടെ സെറ്റ് ചെയ്യുകയാണ് ആവറേജ്, AVERAGE, ആവറേജ് ബ്രാക്കറ്റ് സ്റ്റാർട്ട് ചെയ്യുക. ഇതേപോലെ തന്നെ ആ കാണുന്ന ടേബിൾ മൊത്തം സെലക്ഷൻ ചെയ്യുക, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, കോമ, വീണ്ടും അടുത്തത് എന്ത് ചെയ്തു? ഈ സെല്ല് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആവറേജ് ബ്രാക്കറ്റ് സ്റ്റാർട്ട് ചെയ്യുക. ഇതേപോലെ ആ സെല്ലിൽ ക്ലിക്ക് ചെയ്ത് മൊത്തം കൂടെ അടിയിലേക്ക് ഡ്രാഗ് ചെയ്യുക, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ അടിക്കുക. 2 ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാനുണ്ട്, അതുകൊണ്ടാണ് അവിടെ സിമ്പിൾ വന്നത്. കണ്ടോ? മനസ്സിലായല്ലോ ആൽബി? അനന്ത് മനസ്സിലായില്ലേ? ക്ലിയർ ആണല്ലോ? ഇനി ഇതിൻ്റെ വേറൊരു ചെറിയൊരു എക്സാമ്പിൾ നമ്മളിവിടെ കാണിച്ചിട്ടുണ്ട്. ഒരു എക്സാമ്പിൾ കൂടി നമ്മൾ ആൻറ്റിൻ്റെ കാണിച്ചിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. ഞാനൊക്കെ 10ാം ക്ലാസ് പരീക്ഷ എഴുതുന്ന സമയത്ത് നമുക്ക് 210 മാർക്ക് മിനിമം വേണം. മനസ്സിലായ? 210 മാർക്ക് മിനിമം വേണം. പിന്നെന്ത് വേണം? എല്ലാ വിഷയത്തിലും 10 മാർക്കിൻ്റെ മേലും വേണം. മനസ്സിലായ? അതായത് 210 മാർക്ക് നമുക്ക് ടോട്ടൽ കിട്ടിയെന്ന് പറഞ്ഞിട്ട് നമ്മൾ ജയിക്കില്ല. ക്ലിയർ ആണോ? അതായത് ഒരു പരീക്ഷയ്ക്ക് നമ്മൾ പോയില്ല എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഒരു പരീക്ഷയ്ക്ക് ആകെ 5 മാർക്ക് കിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ നമ്മൾ തോൽക്കും. കുട്ടിക്ക് അത്ര മാർക്ക്. അപ്പം നമ്മൾ 2 കണ്ടീഷൻസാണ് അതിൽ അപ്ലൈ ചെയ്യുന്നത്, അല്ലേ? ഇവിടെ നോക്കി നോക്കിയേ. ഈക്വൽ ടു ആൻഡ്, ഞാനിത് കളയാം, ശ്രദ്ധിക്കുക. ഈക്വൽ ടു കാണാണ്ടല്ലോ, സ്ക്രീൻ കാണാണ്ടല്ലോ. ഈക്വൽ ടു ആൻഡ് ബ്രാക്കറ്റ് സ്റ്റാർട്ട് ചെയ്യാം. നമ്മളോട് എന്താ പറഞ്ഞുള്ളത്? ടോട്ടൽ എന്നുള്ള സെല്ല് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 210 ആവണം, കോമ, ഓരോ വിഷയത്തിലും 10ൻ്റെ കൂടുതൽ മാർക്ക് വേണം. അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യാം. നോക്കിയൊക്കെ,
ഈ സെല്ല് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 10, കോമ ഈ സെല്ല് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 10, കോമ അടുത്ത സെല്ല് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 10, കോമ അടുത്ത സെല്ല് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 10, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 10, കോമ അടുത്ത സെല്ല് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 10. അപ്പോൾ നമ്മൾ നമ്പർ മാറ്റേണ്ടതെന്നുണ്ടെങ്കിൽ നമുക്ക് ആ നമ്പർ അടിച്ചു കൊടുക്കാം കേട്ടോ. ഈ സെല്ല് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 10, ഈ സെല്ല് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 10, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തിട്ട് എൻ്റർ അടിക്കും. സംഭവം മനസ്സിലായോ? അപ്പോൾ ഇവിടെ 210 10 കൂടുതൽ മാർക്കും വേണം. ഒപ്പം തന്നെ ഇവിടെ എന്ത് വേണം? ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 10 എന്നുള്ള കണ്ടീഷൻസ് ഉണ്ട്. അതിന് പകരം നിങ്ങൾ മിനിമം കണ്ടാലും മതി. മിനിമം കണ്ടുകൂടാ നിങ്ങൾക്ക്? മിനിമം എങ്ങനെ കാണാം? ഈക്വൽ ടു MIN ബ്രാക്കറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? ഈ കാണുന്ന കോളം കംപ്ലീറ്റ് സെലക്ഷൻ ചെയ്ത് കൊടുക്കുക. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ അടിക്കുക. ഇനി ഡ്രാഗ് ചെയ്തുകൂടെ? അപ്പോൾ ഇവിടെ നമുക്ക് ഉത്തരം കാണുന്ന സമയത്ത് ഓരോ സെല്ലും ഡ്രാഗ് ചെയ്യണ്ട. നോക്കിയേ, ഈക്വൽ ടു ആൻഡ് ഈ സെല്ല് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 210, കോമ ഈ സെല്ല് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എത്ര? 10. സംഭവം മനസ്സിലായ? തരുണിന് മനസ്സിലായ? തരുണേ ക്ലിയർ ആണല്ലോ? അതായത് ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇപ്പോൾ എല്ലാ വിഷയത്തിലും 10 ആയതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്തിട്ടാ. അപ്പോൾ നമുക്ക് പറയാണ് മലയാളത്തിൽ 20 വേണം, മാത്സിൽ 30 മാർക്ക് ഉണ്ടായാലും ജയിക്കാൻ പാടുള്ളൂ. അങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നേരത്തെ ചെയ്തിരുന്ന പോലെ തന്നെ ഓരോ സെല്ലിലും നമ്മുടെ കണ്ടീഷൻസ് അപ്ലൈ ചെയ്ത് കൊടുക്കണം. മനസ്സിലായോ? അപ്പോൾ കമ്പനി നമ്മളോട് പറയാണ് മലയാളത്തിൽ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 30, ഇംഗ്ലീഷിൽ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 30, മാത്സിൽ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഒരു 25 മാർക്ക് മിനിമം വേണമെന്ന് വിചാരിക്കാം. ടോട്ടല് ശ്രദ്ധിക്കുക, ടോട്ടല് എന്ത് ചെയ്യുക? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എത്രയേക്കാൾ? 210. ഇങ്ങനെയാണ് കണ്ടീഷൻ വരുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നോക്കി നോക്കിയേ, ഈക്വൽ ടു ആൻഡ് ബ്രാക്കറ്റ് സ്റ്റാർട്ട് ചെയ്തു. ആദ്യം വേണമെങ്കിൽ ടോട്ടൽ എന്നുള്ള സെല്ല് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 210, കോമ മലയാളം എന്നുള്ള സെല്ല് ഇതാ, ഈ സെല്ല് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 30, കോമ അടുത്ത സെല്ല് ഏതാണ്? നമ്മളോട് പറഞ്ഞത് ഇംഗ്ലീഷിലെ ഇംഗ്ലീഷ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 30, കോമ അടുത്തത് ഏതാണ്? മാത്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 25. ക്ലിയർ ആണല്ലോ? ഇങ്ങനെയും വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കണ്ടീഷൻസ് അപ്ലൈ ചെയ്യാം. മനസ്സിലായോ? അപ്പോൾ ഇതിലാരും ജയിച്ചവരില്ല. കാരണം എന്താ? ഈ പറയുന്ന കണ്ടീഷൻസുകളൊന്നും അപ്ലൈ അല്ല. ക്ലിയർ ആണല്ലോ? ആൻഡ് മനസ്സിലായില്ലേ? ഓക്കെ. ഇനി അടുത്തത് നമ്മൾ പഠിക്കാൻ പോണ ഭാഗമാണ് റാങ്ക് എന്നുള്ളൊരു കൺസെപ്റ്റ്. റാങ്ക് എന്താണ്? റാങ്ക് നമ്മളൊരു മത്സര പരീക്ഷയിൽ പങ്കെടുത്തു എന്ന് വിചാരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഗെയിമിൽ പങ്കെടുത്തു എന്ന് വിചാരിക്കാം. ഏറ്റവും കൂടുതൽ പോയിന്റ് ഉള്ള ആളാണ് ഫസ്റ്റ് ആവുക, അല്ലേ? ഏറ്റവും കൂടുതൽ പോയിന്റ് ഉള്ള ആൾക്കാരാണ് ഫസ്റ്റ് ആവുക, ഡൗട്ടില്ലല്ലോ. മറിച്ച് ഒരു ഓട്ട മത്സരത്തിൽ പങ്കെടുത്തു എന്ന് വിചാരിക്കാം. അപ്പോൾ നമുക്ക് ഓട്ട മത്സരത്തിൽ ഏറ്റവും ആദ്യം ഓടിയെത്തി, അതായത് ഏറ്റവും കുറവ് ടൈമിന് ഓടിയെത്തിയവരാണ് ഫസ്റ്റ് ആവുക. ക്ലിയർ ആണല്ലോ? ആ രണ്ട് കൺസെപ്റ്റ് മനസ്സിലായ? ആദ്യത്തെ ഞാൻ പറഞ്ഞു ഏറ്റവും കൂടുതൽ സംഖ്യ, ഏറ്റവും വലിയ പോയിന്റ് ഉള്ള ആൾക്കാർക്കാണ് ഫസ്റ്റ് ആവുക. ഓക്കെ. മറ്റേ ഞാൻ പറഞ്ഞു ഏറ്റവും കുറവ് എന്താണ്? മാർക്കുള്ള ആൾക്കാരാണ് എന്താവുക? ഇവിടെ സെക്കൻഡ് ആവുക. അല്ല, ഏറ്റവും കൂടുതൽ മാർക്കുള്ള ആളാണ് ഇവിടെ ഫസ്റ്റ് ആവുക. അപ്പോൾ നമുക്കിവിടെ എക്സാമ്പിൾ നോക്കിയിട്ടാ നിങ്ങൾ.
എക്സാമ്പിൾ നോക്കുക. ഇവിടെ വാല്യൂ കിട്ടിയിട്ടുണ്ട്. ഒരാൾക്ക് 25 കിട്ടിയിട്ടുണ്ട്, ഒരാൾക്ക് 16 കിട്ടിയിട്ടുണ്ട്, ഒരാൾക്ക് 8, 7, 4 കിട്ടിയിട്ടുണ്ട്. ഇതിൽ ആരാ ഫസ്റ്റ് ആവുക? 25 കിട്ടിയ ആളല്ലേ? നോക്കുക, ഉത്തരം എങ്ങനെ കാണണമെന്ന് കാണിച്ചു തരാം. ഈക്വൽ ടു RANK, റാങ്ക്, ബ്രാക്കറ്റ് സ്റ്റാർട്ട് ചെയ്യാം. ബ്രാക്കറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മൾ എന്ത് പറയാൻ പോവാണ്? ആ സെല്ലിൽ ക്ലിക്ക് ചെയ്യാം, കോമ, അവിടെ നിങ്ങട് ആ കാണുന്ന കംപ്ലീറ്റ് കോളങ്ങളും സെലക്ഷൻ ചെയ്യും, കോമ, വലിയ മാർക്കാണ്, വലിയ പോയിൻ്റാണ് ഫസ്റ്റ് ആവേണ്ടത്. അപ്പോൾ നിങ്ങൾ ഡിസെൻഡിങ് ഓർഡർ കൊടുക്കുക, അതായത് 0, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ അടിക്കുക. ഇവിടെ ഇപ്പോൾ നോക്കി നോക്കിയേ, ഇവിടെ എന്താ ഉണ്ടായത്? നോക്കിട്ടാ, 4ാം സ്ഥാനമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ക്ലിയർ ആണല്ലോ? ഈ 4ാം സ്ഥാനം കിട്ടാൻ കാരണം എന്താണെന്ന് പറഞ്ഞുതരാം. നോക്കിട്ടാ, ഞാനിവിടെ ഡോളറിൻ്റെ സിമ്പിൾ കൊടുക്കുന്നു, ഡോളറിൻ്റെ സിമ്പിൾ കൊടുക്കുന്നു. ഇനി ഇതിൻ്റെ ഡ്രാഗ് ചെയ്ത് നോക്കി നോക്കി നിങ്ങൾ. 25 മാർക്ക് കിട്ടിയിട്ടുള്ള ആൾക്ക് ഫസ്റ്റ്, 16 മാർക്ക് കിട്ടിയിട്ടുള്ള ആൾക്ക് സെക്കൻഡ്. ക്ലിയർ ആണല്ലോ? പിന്നെ 8 മാർക്ക് കിട്ടിയിട്ടുള്ള ആൾക്ക് തേർഡ്, 7 മാർക്ക് കിട്ടിയിട്ടുള്ള ആൾക്ക് ഫോർത്ത്, കണ്ടില്ലേ? 4 മാർക്ക് കിട്ടിയിട്ടുള്ള ആൾക്ക് ഫിഫ്ത്ത്. അപ്പോൾ ഓർഡർ പ്രകാരമാണല്ലോ വാല്യൂ എന്നുള്ളത്. ഇനി നിങ്ങൾ അതേ കൺസെപ്റ്റ് തന്നെ ഞാൻ എന്ത് ചെയ്യാണ്? വേറെ തിരിച്ച് ചെയ്യാൻ പോവാണ്. തിരിച്ച് ചെയ്യാന്ന് പറയുമ്പോൾ ഏറ്റവും കുറവ് കിട്ടിയിട്ടുള്ള ആൾക്ക് ഫസ്റ്റ് ആവാം. മനസ്സിലായ? ഇത്രയേ ഉള്ളൂ. ഈക്വൽ ടു റാങ്ക്, റാങ്ക് തന്നെ ബ്രാക്കറ്റ് സ്റ്റാർട്ട് ചെയ്യാം. ബ്രാക്കറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? സെല്ലിൽ ക്ലിക്ക് ചെയ്തു, കോമ, വീണ്ടും അതിങ്ങോട്ട് ഡ്രാഗ് ചെയ്യാം, കോമ. ഇവിടെ നമ്മൾ 1 എന്നുള്ള അസെൻഡിങ് ഓർഡർ എന്നുള്ള കൺസെപ്റ്റ് കൊടുക്കും. ക്ലിയർ അല്ലേ? അസെൻഡിങ് ഓർഡർ എന്നുള്ള കൺസെപ്റ്റ് കൊടുക്കണം. ഇനി ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തിട്ട് എൻ്റർ അടിച്ചു. ഇനി നിങ്ങൾ നോക്കി നോക്കിയേ, ഈ കാണുന്ന സെല്ലിന് ഡോളർ കൊടുത്തു കഴിഞ്ഞാൽ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ഈ സാധനം പ്രിന്റ് ചെയ്തിട്ടുണ്ടാവുക. നേരത്തെ 4ന് എത്ര സ്ഥാനമായിരുന്നു? 5 സ്ഥാനമായിരുന്നു അല്ലേ? ഇപ്പം 4ന് നോക്കി നോക്കിയാൽ 1 സ്ഥാനമായി മാറി. മനസ്സിലായ? ഇതിനെയാണ് നമ്മൾ റാങ്ക്. അതായത് 2 കണ്ടീഷൻസ് ഇത്രയേ ഉള്ളൂ. ആദ്യത്തേന് നമ്മൾ 0 കൊടുക്കുന്നു, രണ്ടാമത്തത് ലോ ആയിട്ട് വരുന്നതിന് നമ്മൾ എന്ത് ചെയ്യുന്നു? 1 കൊടുക്കുന്നു. ക്ലിയർ അല്ലേ? അപ്പോൾ ഹയസ്റ്റ് വാല്യൂവിൽ നിന്ന് ലോവസ്റ്റ് വാല്യൂവിലേക്കാണ് 1, 2 സ്ഥാനം വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കാനായിട്ട് ശ്രമിക്കുക. മറിച്ച് ചെറിയ പോയിന്റിനാണ്. ഇതിനാണ് ഞാൻ നേരത്തെ ഒരു എക്സാമ്പിൾ പറഞ്ഞത്. എന്തെന്ന്? ഒരു ഓട്ട മത്സരം നടക്കുകയാണെങ്കിലും ഒരു പോയിന്റ് നടക്കുകയാണെങ്കിലും ശ്രദ്ധിക്കുക. ഞാനിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് പോയിൻ്റാന്ന് വിചാരിക്കാം. പോയിൻ്റ്, ഇത് ടൈം. ഇത് ടൈം. അതായത് ഒരാൾ 4.5 മിനിറ്റ് കൊണ്ട് ഓടി, ഒരാൾ 3.5 മിനിറ്റ് കൊണ്ട് ഓടി, 7.5 മിനിറ്റ്, 8.5 മിനിറ്റ്, 2.5 മിനിറ്റ്, 14.5 മിനിറ്റ്, 0.5 മിനിറ്റ്, 5.0 മിനിറ്റ്. ഓക്കെ, ഇയാൾ 7.6 മിനിറ്റ്. ഇവിടെ ആരാ ഫസ്റ്റ് ആവുക? ഈക്വൽ ടു, ശ്രദ്ധിക്കട്ടോ, RANK, റാങ്ക്, ബ്രാക്കറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ട് സെല്ല്, കോമ, ആ കംപ്ലീറ്റും കൂടി ഡ്രാഗ് ചെയ്യാം, കോമ, അവിടെ 0. അതായത് പോയിൻറ്റിൻ്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ 0 ആണ് കൊടുക്കേണ്ടത്. അതിന് നമ്മൾ എന്ത് ചെയ്യുക? F4 കൊടുക്കുക, ഇവിടെയും F4 കൊടുക്കുക, എൻ്റർ അടിച്ച് ഇനി ഡ്രാഗ് ചെയ്ത് കൊടുക്കുക. കേട്ടോ? അപ്പോൾ ഏറ്റവും കൂടുതൽ പോയിന്റ് കിട്ടിയിട്ടുള്ള 145 കിട്ടിയ ആൾക്കാണ് ഫസ്റ്റ്. ഇവിടെ നോക്കി നോക്കിയേ, ഈക്വൽ ടു റാങ്ക്, സെല്ല്, കോമ, മൊത്തം ഡ്രാഗ് ചെയ്തു, കോമ, അവിടെ ഞാൻ 1 കൊടുക്കുകയാണെങ്കിൽ ക്ലിയർ ആണല്ലോ? ഇതേപോലെ ഡോളറിൻ്റെ സിമ്പിളും കൊടുക്കുക. ഇനി നിങ്ങൾ ഡ്രാഗ് ചെയ്ത് നോക്കി നോക്കി. മനസ്സിലായ? ക്ലിയർ ആണല്ലോ?
കൺസെപ്റ്റ് ക്ലിയർ ആണല്ലോ? ഓക്കെ, അതാണ് റാങ്ക് എന്നുള്ള കൺസെപ്റ്റ് ഇതാണ് കേട്ടോ. ഇനി അടുത്ത് നമ്മൾ പഠിക്കാൻ പോണതാണ് ചൂസ് എന്നുള്ളൊരു ഫങ്ഷൻസാണ്. ചൂസ് എന്താണ് ചൂസ് എന്നുള്ളത് ആദ്യം ഞാൻ പറഞ്ഞുതരാം. ഇപ്പം ഞാനിവിടെ ഒരു ഇക്വേഷൻ വർക്കൗട്ട് ചെയ്യാൻ പോവാണ്. ഈക്വൽ ടു ചൂസ്, CHOOSE, ചൂസ്, ബ്രാക്കറ്റ് സ്റ്റാർട്ട് ചെയ്യാം. ബ്രാക്കറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, സെല്ലിൽ ക്ലിക്ക് ചെയ്തു, കോമ, ഇൻവെർട്ട് കോമയിൽ ഞാൻ എന്ത് പറഞ്ഞു, ജനുവരി എന്ന് കൊടുത്തു, കോമ, ഫെബ്രുവരി കൊടുത്തു, കോമ, മാർച്ച് കൊടുത്തു, കോമ, ഏപ്രിൽ കൊടുത്തു, മെയ്, ജൂണ്, ജൂലൈ, ആഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, ഇങ്ങനെ കൊടുത്തു ഞാൻ. എൻ്റർ അടിച്ചു വിട്ടാം. ഇനി നിങ്ങൾ ശ്രദ്ധിക്കുക, 9, 7, 5, 4, 1, 2 മനസ്സിലായ? ഇവിടെ നോക്കി നിങ്ങൾ 7 അടിച്ചപ്പോൾ ജൂലൈ, 9 അടിച്ചപ്പോൾ സെപ്റ്റംബർ, 5 അടിച്ചപ്പോൾ മെയ്, 4 അടിച്ചപ്പോൾ ഏപ്രിൽ, 1 അടിച്ചപ്പോൾ ജനുവരി. നമ്മളിവിടെ കൊടുക്കുന്ന കണ്ടീഷൻസുകൾക്ക് ഒരു ഫങ്ഷൻസ് സെറ്റ് ചെയ്യാണ് ചൂസ് എന്ന് പറഞ്ഞിട്ട് ഇക്വേഷൻസ്. ക്ലിയർ ആണല്ലോ? പക്ഷേ ഇതിങ്ങനെ നീട്ടി വലിച്ച് എഴുതുക എന്ന് പറയുമ്പോൾ അത് കുറഞ്ഞ റിസ്ക്കാണ്. അപ്പോൾ നമ്മളൊരു നേരത്തെ ഒരു ഓട്ട മത്സരത്തിൻ്റെ ഒരു പോയിൻ്റ് എടുത്തിട്ട് ഞാൻ പറയണെന്തെന്ന്, എനിക്ക് ഫസ്റ്റ് കിട്ടിയിട്ടുള്ള ആൾക്ക് ഫസ്റ്റ് എന്നുള്ളതും, സെക്കൻഡ് സ്ഥാനം കിട്ടിയിട്ടുള്ള ആൾക്ക് സെക്കൻഡ് എന്നുള്ളതും, തേർഡ് കിട്ടിയിട്ടുള്ള ആൾക്ക് തേർഡ് എന്ന് മാത്രം കൊടുത്താൽ മതി. ബാക്കിയുള്ളവർക്കൊന്നും പ്രൈസ് ഇല്ല എന്നിട്ട് കൊടുക്കും. മനസ്സിലായ? ഇത് നമുക്ക് റാങ്ക് ചോദിച്ചിട്ട് കിട്ടുമല്ലോ. റാങ്ക് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് കിട്ടുമല്ലോ. ഇവിടെ ഞാൻ കൊടുക്കുന്നത് എങ്ങനെയാണ്, എല്ലാവരും ശ്രദ്ധിക്കുക. ഈക്വൽ ടു ഇഫ് ആണെങ്കിൽ, ശ്രദ്ധിക്കട്ടോ, നമ്മുടെ ഈ കാണുന്ന നമുക്ക് 1ാം സ്ഥാനം 2ാം സ്ഥാനം കിട്ടിയിട്ടുള്ള സെല്ലുണ്ടല്ലോ, ആ സെല്ലിൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 കുറവാണെങ്കിൽ, ശ്രദ്ധിക്കുക, ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് മാത്രം മതി. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഈക്വൽ ടു ഇഫ് ഞാനിവിടെ സെറ്റ് ചെയ്ത് കാണിച്ചു തരാം, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ശ്രദ്ധിക്കട്ടോ, ഈക്വൽ ടു ഇഫ് ബ്രാക്കറ്റ് സ്റ്റാർട്ട് ചെയ്തു, ഈ സെല്ലിൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 കുറവാണെങ്കിൽ, കോമ, ചൂസ്. ഇവിടെയാണ് നമ്മൾ ചൂസ് സെറ്റ് ചെയ്യാൻ പോണത്. ബ്രാക്കറ്റിൽ ആ സെല്ല് തന്നെ, കോമ, ഇൻവെർട്ട് കോമയിൽ ഫസ്റ്റ്, കോമ, ഇൻവെർട്ട് കോമയിൽ സെക്കൻഡ്, കോമ, ഇൻവെർട്ട് കോമയിൽ തേർഡ്. ഓക്കെ, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, കോമ, ഇങ്ങനെയൊന്നല്ലെങ്കിൽ ഇൻവെർട്ട് കോമയിൽ നോ പ്രൈസ്. മനസ്സിലായ? ചൂസിൻ്റെ ഫങ്ഷൻസ് മനസ്സിലായ? ഇനി ഇതിൻ്റെ ഡ്രാഗ് ചെയ്ത് നോക്കി നിങ്ങൾ കണ്ട, 1ാം സ്ഥാനം കിട്ടിയിട്ടുള്ള ആൾക്ക് ഫസ്റ്റ് കിട്ടി, 2ാം സ്ഥാനം കിട്ടിയിട്ടുള്ള ആൾക്ക് സെക്കൻഡ് കിട്ടി, ഇതാണ് 2ാം സ്ഥാനം, അപ്പോൾ സെക്കൻഡ്. 3ാം സ്ഥാനം കിട്ടിയിട്ടുള്ള ആൾക്ക് എന്ത് കിട്ടി, 3ാം സ്ഥാനം കിട്ടിയിട്ടുള്ള ആൾ തേർഡ്. കണ്ട, ബാക്കിയുള്ളവർക്കൊന്നും പ്രൈസ് ഇല്ല. തരുണേ മനസ്സിലായ? ചൂസിൻ്റെ ഫങ്ഷൻസ് മനസ്സിലായ? ക്ലിയർ ആണല്ലോ? ഇനി പറയണമെങ്കിൽ ഞാൻ പറയാട്ടോ. ക്ലിയർ ആയില്ലെങ്കിൽ ഞാൻ വേണമെങ്കിൽ ഹലോ, ഓക്കെ ആണ്, ക്ലിയർ ആണ്. ഓക്കെ, ഇനി അടുത്ത് നമ്മൾ പഠിക്കാൻ പോണതാണ് കോൺകേറ്റ്നേറ്റ് എന്നൊരു ഇക്വേഷൻസ്.
കോൺകേറ്റ്നേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് അറിയോ? സെല്ലുകളെ തമ്മിൽ ഗ്രൂപ്പ് ജോയിൻ്റ് ചെയ്യിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഇക്വേഷനാണ്. സെല്ലുകൾ തമ്മിൽ ജോയിൻ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഇക്വേഷനാണ് എന്ത്? കോൺകേറ്റ്നേറ്റ്. ഇപ്പോൾ ഇവിടെ നെയിം 1, ഫസ്റ്റ് നെയിം, മിഡ് നെയിം കൊടുത്തിട്ട് എനിക്ക് 2 പേരും കൂടി ഇവിടെ പ്രിൻ്റ് ചെയ്യും. മനസ്സിലായ? 2 പേരും കൂടി ഇവിടെ പ്രിൻ്റ് ചെയ്യിക്കണം. അതിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഇക്വേഷനാണ് എന്ത്? ശ്രദ്ധിക്കുക. അതിനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഇക്വേഷനാണ് ഈക്വൽ ടു കോൺകേറ്റ്നേറ്റ് എന്ന് ടൈപ്പ് ചെയ്യുക. നിങ്ങൾ കോൺകേറ്റ്നേറ്റ് എന്ന് ടൈപ്പ് ചെയ്യുക. CONCATNAT കോൺകേറ്റ്നേറ്റ്, ബ്രാക്കറ്റ് സ്റ്റാർട്ട് ചെയ്യാം. അടിയത് സെല്ലിൽ ചെയ്യട്ടാം. ഈക്വൽ ടു കോൺകേറ്റ്നേറ്റ് എന്ന് ടൈപ്പ് ചെയ്യുക. കോൺകേറ്റ്നേറ്റ് എന്ന് ടൈപ്പ് ചെയ്യുക, ബ്രാക്കറ്റ് സ്റ്റാർട്ട് ചെയ്യുക, സെല്ല് ക്ലിക്ക് ചെയ്യുക, കോമ, അടുത്ത സെല്ല് ക്ലിക്ക് ചെയ്യാം. മനസ്സിലായ? രണ്ടും കൂടി ആൻസർ വന്നത് കണ്ടോ നിങ്ങൾ? ക്ലിയർ ആണല്ലോ? ഈ ഭാഗം ക്ലിയർ ആണല്ലോ? ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് പറയണം. ഇനി ഇതിൻ്റെ ഇടയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എനിക്ക് സ്പേസ് ഉപയോഗിക്കണമെന്ന് വിചാരിക്കാം. ഇവിടെ സ്പേസ് വന്നില്ലല്ലോ. അലന്ന് കഴിഞ്ഞിട്ട് നേരെ ജോണെന്ന് വരില്ലേ ചെയ്തത്? സ്പേസ് വരണമെന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കട്ടാ. ഈക്വൽ ടു കോൺകേറ്റ്നേറ്റ് എന്ന് ടൈപ്പ് ചെയ്യുക. കോൺകേറ്റ്നേറ്റ് എന്ന് ടൈപ്പ് ചെയ്തു, ബ്രാക്കറ്റ് സ്റ്റാർട്ട് ചെയ്തു. എന്ത് ചെയ്യാണ്? ഫസ്റ്റ് സെല്ല് കോമ, ഇൻവെർട്ട് കോമയിൽ ഒരു സ്പേസ് യൂസ് ചെയ്യും. സ്പേസ് അടിക്കുക, ഇൻവെർട്ട് കോമയിൽ ഒരു സ്പേസ് ഇടുക, എന്നിട്ട് സെക്കൻഡ് സെല്ല് കോമ ഇട്ടിട്ട് സെക്കൻഡ് സെല്ല്. കണ്ടോ? ക്ലിയർ ആണല്ലോ? അതതിൻ്റെ ഇടയിലുള്ള ഗ്യാപ്പ് സ്പേസ് ഇടാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചതാണ്. ഇനി കോമ ഇടണമെന്നുണ്ടെങ്കിലാ കോൺകേറ്റ്നേറ്റ്, ബ്രാക്കറ്റ് സ്റ്റാർട്ട് ചെയ്യുക, സെല്ല് എന്ത് ചെയ്യണം? കോമ, ഇൻവെർട്ട് കോമയിൽ കോമ ഇടുക. ക്ലിയർ അല്ലേ? ഇനി അതിൻ്റെ ഇടയിൽ ഒരു സ്പേസ് വേണമെന്നുണ്ടെങ്കിൽ ഇൻവെർട്ട് കോമ കഴിഞ്ഞിട്ട് ഒരു സ്പേസ് വേണം കിട്ടോട്ടോ. എന്നിട്ട് അടുത്ത സെല്ല്, ക്ലിയർ ആണല്ലോ? ബോബ് എന്ന് എഴുതി, കോമ, സ്പേസ് ഇട്ടു, എന്നിട്ട് വില്യംസ് എന്ന് എഴുതി. ക്ലിയർ അല്ലേ? ക്ലിയർ ആണല്ലോ? ഈ കൺസെപ്റ്റ് മനസ്സിലായില്ലേ? ഇതിന് പകരം നമുക്ക് ആൻഡ് എന്നുള്ള ഇക്വേഷൻസും യൂസ് ചെയ്യാൻ വേണമെങ്കിൽ. എന്താണ്? ആൻഡ് എന്നുള്ള ഇക്വേഷൻസും യൂസ് ചെയ്യാം. ശ്രദ്ധിക്കട്ടോ, ഇത്രേ ഉള്ളൂ. ആൻഡ് എന്നുള്ള ഇക്വേഷൻ ഞാൻ നേരത്തെ സിമ്പിളല്ല. ഈക്വൽ ടു ഈ സെല്ല് ആൻഡ് ഈ സെല്ല്. കണ്ടോ? ക്ലിയർ ആണല്ലോ? ഈക്വൽ ടു ഈ സെല്ല് ആൻഡ് എന്നുള്ള സിമ്പിൾ ഇടുക, ഇൻവെർട്ട് കോമയിൽ സ്പേസ് ഇട്ടു, വീണ്ടും ആൻഡ് ഇട്ടു, അടുത്ത സെല്ല് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇക്വേഷൻസ് കോൺകേറ്റ്നേറ്റ് എഴുതുന്നതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? ആൻഡ് എന്നുള്ള ഇക്വേഷനും വർക്കൗട്ട് ചെയ്യും. ആൻഡ് എന്നുള്ള ഇതല്ല കേട്ടോ, ഇക്വേഷൻ അല്ല, ആൻഡ് എന്നുള്ള സിമ്പിളാണ് ഉപയോഗിക്കുക കേട്ടോ. ഞാനിവിടെ അതിൻ്റെ സിമ്പിളും കൂടി ഇടാം, കൺഫ്യൂഷൻ ആവണ്ട. മനസ്സിലായില്ലേ? ഒന്നെങ്കിൽ കോൺകേറ്റ്നേറ്റ് അല്ലെങ്കിൽ ആൻഡ്. ക്ലിയർ ആണല്ലോ? ഈ ഭാഗം ക്ലിയർ ആണല്ലോ? അടുത്ത ടോപ്പിക്കാണ് കൺവേർട്ട് എന്നൊരു ഓപ്ഷൻസ് വരുന്നത്. കൺവേർട്ട് എന്താണ്? കൺവേർട്ട്
അതായത് ഇപ്പോൾ ഞാൻ പറയാണ്, നിങ്ങളോട് പറയാണ് 10 അടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ഇഞ്ചാണ്? മനസ്സിലായോ? 10 അടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ഇഞ്ചാണെന്നാണ് ചോദിക്കുന്നത്. എത്ര ഇഞ്ചാ അറിയോ ആർക്കെങ്കിലും? 1 അടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ഇഞ്ചാണെന്നറിയോ? 1 അടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ഇഞ്ചാണെന്നറിയോ? 1 അടി എന്ന് പറഞ്ഞാൽ എത്ര ഇഞ്ചാ? 12 ഇഞ്ചാണ് 1 അടി. ഓക്കെ. അപ്പം ഞാൻ ഇവിടെ ശ്രദ്ധിക്കേണ്ട വെച്ചാൽ നമുക്കിതിങ്ങനെ കൺവേർട്ട് ചെയ്യാനായിട്ട് ഒരു ഇക്വേഷൻ ഉണ്ട്. ശ്രദ്ധിക്കട്ടോ, എല്ലാവരും ശ്രദ്ധിക്കാം. ഞാനിവിടെ സെറ്റ് ചെയ്യാം. ഈക്വൽ ടു കൺവേർട്ട് എന്ന് ടൈപ്പ് ചെയ്യാം. ബ്രാക്കറ്റ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ. ഏതിനെ കൺവേർട്ട് ചെയ്യണം, കോമ, ഏതിലേക്ക് കൺവേർട്ട് ചെയ്യണം, കോമ, അല്ല ഏതിൽ നിന്ന് കൺവേർട്ട് ചെയ്യണം, കോമ, ഏതിലേക്ക് കൺവേർട്ട് ചെയ്യണം. ക്വസ്റ്റ്യൻ മനസ്സിലായ? ഞാൻ ഒന്നുകൂടി പറയാം. ഈക്വൽ ടു കൺവേർട്ട്, ഏതിനെ കൺവേർട്ട് ചെയ്യണം, അതായത് നമ്പർ, കോമ, ഏത് യൂണിറ്റിൽ നിന്ന് കൺവേർട്ട് ചെയ്യണം, കോമ, ഏത് യൂണിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യണം. മനസ്സിലായ? അപ്പോൾ ഞാൻ പറയാണ് 10 ഫീറ്റ്, ഫീറ്റിൻ്റെ മെഷർമെൻറ്റ് FT ആണ്. അതിൻ്റെ ഇഞ്ചിലേക്കാണ് കൺവേർട്ട് ചെയ്യേണ്ടതുണ്ടെങ്കിൽ IN ആണ്. ഓക്കെ. 10 ഫീറ്റ് എന്ന് പറയണത് 120 ഇഞ്ചാണ്. ക്ലിയർ ആണല്ലോ? ഇവിടെ ഞാൻ പറയണ ഒരു 1050 ഫീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 12600 ഇഞ്ചാണ്. ക്ലിയർ അല്ലേ? ഇനി ഇവിടെ IN-ഉം ഇവിടെ ഫീറ്റും കൊടുത്തു നോക്കിയൊക്കെ, നിങ്ങൾ FT-യും കൊടുത്തു നോക്കിയൊക്കെ. സംഭവം മനസ്സിലായ? ക്ലിയർ ആണോ? കൺവേർട്ട് എന്ന് ഇക്വേഷൻസ് മനസ്സിലായില്ലേ? ഇത്രേ ഉള്ളൂ. ഈക്വൽ ടു കൺവേർട്ട് ബ്രാക്കറ്റ് സ്റ്റാർട്ട് ചെയ്യുക. ഏതിൽ നിന്ന് കൺവേർട്ട് ചെയ്യണം, കോമ, ഏത് മെഷർമെൻറ്റിൽ നിന്ന് കൺവേർട്ട് ചെയ്യണം, കോമ, ഏതിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഇനി ഇവിടെ നിങ്ങൾ ആൻസർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ 100 സെൻറ്റിമീറ്റർ, 100 cm എത്ര ഇഞ്ചാണ്? മനസ്സിലായ? ക്ലിയർ ആണല്ലോ? ഇത് നിങ്ങൾ പഠിക്കേണ്ട മെഷർമെൻറ്റുകളാണ് ഞാനിവിടെ ലെഫ്റ്റ് സൈഡിൽ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഗ്രാം, കിലോഗ്രാം, സൽഗ്, പൗണ്ട്, കണ്ടില്ലേ? മീറ്റർ, ഇഞ്ച്, ഫീറ്റ്, യാർഡ്. സംഭവം മനസ്സിലായ? ഇപ്പോൾ ലിക്വിഡ് ആണെന്നുണ്ടെങ്കിൽ ടീസ്പൂണ്, ടേബിൾ ടീസ്പൂണ്, അങ്ങനെയൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നു. ഇങ്ങനെ നിങ്ങൾക്ക് ഈ കാണുന്ന ഈ ഷോർട്ട് ഫോമുകൾ പഠിച്ചു കഴിഞ്ഞാൽ ഏതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കൺവേർട്ട് ചെയ്യാനായിട്ട് പറ്റും. ക്ലിയർ ആണല്ലോ? തരുണേ, ഇക്വേഷൻ ഇത്ര ഉള്ളൂ. ഇക്വേഷൻ നമ്മൾ ഉപയോഗിക്കുന്നത് എന്താണ്? ഈക്വൽ ടു കൺവേർട്ട് എന്നുള്ള ഒരു ഇക്വേഷൻസ് മാത്രമേ നമ്മളിൽ ഉപയോഗിക്കുന്നുള്ളൂ. ബാക്കി ഏതിൽ നിന്ന് കൺവേർട്ട് ചെയ്യണം, ഏതിലേക്ക് കൺവേർട്ട് ചെയ്യണം. ക്ലിയർ അല്ലേ? അനന്തൂര് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? ഞാനിത് അയച്ചു തരട്ടാ അനന്തു. ഓക്കെ. അടുത്തത് വരുന്നതാണ് പേഴ്സൻറ്റേജ് കാൽക്കുലേഷൻസ്. പേഴ്സൻറ്റേജ് കാൽക്കുലേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്ക് 10ാം ക്ലാസ്സിലെ ഒരു ശ്രദ്ധിക്കാം, എനിക്ക് 10ാം ക്ലാസ്സിലെ ഒരു 450 മാർക്ക് കിട്ടിയെന്ന് സങ്കല്പിക്കാം. എൻ്റെ പരീക്ഷ 600-ലായിരുന്നു മൊത്തം. എങ്ങനെയാണ് പേഴ്സൻറ്റേജ് കാണുക നിങ്ങൾ? എങ്ങനെ പേഴ്സൻറ്റേജ് കാണുമെന്ന് പറഞ്ഞേ. പേഴ്സൻറ്റേജ് എങ്ങനെ കാണാം? ആരെങ്കിലും ഒരാൾ പറയണോ? ഈക്വൽ ടു
കിട്ടിയ മാർക്ക് ഡിവൈഡഡ് ബൈ ടോട്ടൽ മാർക്ക് ഇൻറ്റു 100. അതായത് 450 മാർക്ക് കിട്ടിയിട്ടുള്ള ആൾക്ക് 75% മാർക്ക് കിട്ടും. 75% മാർക്കാണ് അല്ലേ? ഇതിന് പകരം ഞാൻ എന്ത് പറയാണ്, ഒരു സാധാരണ പേഴ്സൻറ്റേജ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഞാൻ പറയുകയാണ് എനിക്ക് 3500-ൻ്റെ 40% എനിക്ക് കിട്ടും. അപ്പോൾ ഇവിടെ നിന്നിട്ട് പറയുകയാണ്, ഇവിടെ 40 എന്നുള്ളിടത്ത് ശതമാനം കൊടുക്കുകയാണെങ്കിൽ ഇവിടെ എന്താ ചെയ്യുക, ഈക്വൽ ടു 3500 ഇൻറ്റു 40% എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ 1400 രൂപ എനിക്ക് കിട്ടും. സംഭവം മനസ്സിലായ? ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യണം, ഇങ്ങനത്തെ പേഴ്സൻറ്റേജ് കാണുന്ന പോലെ തന്നെ നമുക്ക് അതേപോലെ ഇവിടെ ഒരു എക്സാമ്പിൾ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്, എല്ലാവരും ശ്രദ്ധിക്കുക. ഇതിപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത വർക്കാണ്. ഓക്കെ 120-ൻ്റെ 25% എന്ന് പറയുമ്പോൾ ഓക്കെയാണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞു 3500-ൻ്റെ 40% ആണെന്നുണ്ടെങ്കിൽ 40% എന്ന് പറയുമ്പോൾ കണ്ടോ 1500, 1400 റുപ്യ എനിക്ക് കിട്ടും. ഇനി അടുത്ത് ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ എ ഗ്രേഡിന് 20% ഇൻക്രീസ് ചെയ്യണം, ബി ഗ്രേഡിന് 15% ഇൻക്രീസ് ചെയ്യണം, സി ഗ്രേഡിന് 10% ഇൻക്രീസ് ചെയ്യണം. ഞാൻ ഇവിടെ സാലറി കൊടുത്തിട്ടുണ്ട്, എല്ലാവരും ശ്രദ്ധിക്കുക. എ ഗ്രേഡാണ് വരുന്നതെന്നുണ്ടെങ്കിൽ 20% ഇൻക്രീസ് ചെയ്യണം, ശതമാനം പേഴ്സൻറ്റേജ്. ബി ഗ്രേഡ് ആണെങ്കിൽ 15%, സി ഗ്രേഡ് ആണെങ്കിൽ 10%. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എല്ലാവരും ശ്രദ്ധിക്കുക, അലൻ എ ഗ്രേഡാണ് അല്ലേ? അലൻ്റെ സാലറി എത്രയാണ്? 10000 റുപ്യാണ്. അപ്പോൾ അലന് എത്ര റുപ്യ പ്രിൻറ്റ് ചെയ്യണം, എത്ര റുപ്യ ഇൻക്രീസ് ചെയ്യണം? എ ഗ്രേഡിന് എത്രയാണ്? എ ഗ്രേഡിന് എത്ര ശതമാനം? 20% അല്ലേ? 10000-ൻ്റെ 20% എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2000 റുപ്യ അല്ലേ? ക്ലിയർ ആണല്ലോ? നോക്ക്, ഉത്തരം ഞാൻ കാണിച്ചു തരാം, എല്ലാവരും ശ്രദ്ധിക്കട്ടോ. ഞാനിവിടെ സെറ്റ് ചെയ്ത് കാണിച്ചു തരാം. ഈക്വൽ ടു എന്താണ് നമ്മുടെ സാലറി. അതിന് മുന്നൊരു കാര്യം ശ്രദ്ധിക്കണം, ഏതിനായിട്ടാണോ നമ്മൾ കാൽക്കുലേഷൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ക്ലിക്ക് ചെയ്യണം കേട്ടോ. സാലറിയുടെ സെല്ലിൻ്റെ അടിസ്ഥാനത്തിലാണ് ചെയ്യാൻ പോണത്. എല്ലാവരും ശ്രദ്ധിക്കുക. ഈക്വൽ ടു സാലറി ഇൻറ്റു ലുക്കപ്പ് എന്ന് ടൈപ്പ് ചെയ്യുക, കണ്ടെത്താൻ പോവാണ്. ബ്രാക്കറ്റിൽ ഈ സെല്ല് കോമ എന്ത് ചെയ്യാണ്, അതിലത്തെ ഈ കാണുന്ന കോളം കോമ ഈ കാണുന്ന ടേബിൾ. ക്ലിയർ ആണല്ലോ? അതായത് ചെയ്തത് ഇത്രയേ ഉള്ളൂ. നമ്മൾ ഈക്വൽ ടു സാലറിയുടെയാണ് നമ്മൾ കണ്ടെത്താൻ പോണത്. ഓൾഡ് സാലറി ഇൻറ്റു സാലറീനെ ബേസ് ചെയ്തിട്ടാണ് കാണുന്നത്. സാലറി ഇൻറ്റു ലുക്കപ്പ് ഗ്രേഡിൻ്റെ അടിസ്ഥാനത്തിലാണ് കാണാൻ പോകുന്നത്. ക്ലിയർ ആണല്ലോ? കോമ ഇട്ടിട്ട് എന്ത് ചെയ്യുക, ഈ കാണുന്ന ടേബിൾ. ഓക്കെ, അതായത് ഈ എ ഗ്രേഡ് എവിടെ നിന്നാണ് വരുന്നത് എന്നുള്ളതാണ് നമ്മളിവിടെ കാണുന്നത്. കോമ എന്ത് ചെയ്യണം, അതിൻ്റെ പേഴ്സൻറ്റേജിൻ്റെ കോളം. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നിങ്ങൾക്ക് ഇതിന് ഡോളർ കൊടുക്കാം. ക്ലിയർ അല്ലേ? ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഡ്രാഗ് ചെയ്യാം. കണ്ട, ഓരോരുത്തർക്കും അതിൻ്റെ പേഴ്സൻറ്റേജ് പ്രിൻ്റ് ചെയ്തത് കണ്ട. സി ഗ്രേഡിന് എത്ര ശതമാനം? 10%. ഇയാളുടെ സാലറി എത്രയാണ്? 30000. അപ്പോൾ 30000-ൻ്റെ 10% എന്ന് പറയുന്നത് 3000. കണ്ട, തരുടെ ആൽബി മനസ്സിലായ? ഒന്നുകൂടി പറയണ? ഓക്കെ ഇത്രയേ ഉള്ളൂ. ഈക്വൽ ടു സാലറി ഇൻറ്റു ലുക്കപ്പ് ബ്രാക്കറ്റ് സ്റ്റാർട്ട് ചെയ്യുക. ബ്രാക്കറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യുക, എന്തിൻ്റെ അടിസ്ഥാനത്തിലാണോ കാണുന്നതെന്നുണ്ടെങ്കിൽ ആ ഗ്രേഡിൻ്റെ സെല്ല് കോമ നമ്മൾ ആൻസർ കാണാനായിട്ട് ഉദ്ദേശിക്കുന്ന ടേബിൾ, ഗ്രേഡിൻ്റെ ടേബിൾ, കോമ അതിൻ്റെ പേഴ്സൻറ്റേജ്, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ അടിക്കുക. ഇവിടെ നമ്മൾ
F4 എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്യുക. ക്ലിയർ ആണല്ലോ? എന്നിട്ട് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യാം. ഓക്കെ. ഇനി ഇതിൻ്റെ കൂടെ ശമ്പളം കൂട്ടണം എന്നുണ്ടെങ്കിൽ എന്താ ചെയ്യുക? നിങ്ങൾ പ്ലസ് എന്ന് അടിച്ചിട്ട് ആ ശമ്പളത്തിൻ്റെ സെല്ലൊന്ന് ക്ലിക്ക് ചെയ്താൽ മതി. മനസ്സിലായ? 2000 റുപ്യ പെർസെൻറ്റേജ് വന്നു, അതിൻ്റെ കൂടെ ആ ശമ്പളം കൂടി ആഡ് ചെയ്യണമെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ പ്ലസ് അമർത്തി പിടിച്ചിട്ട് ആ സാലറിയുടെ സെല്ലിൽ ഒന്നുകൂടി ക്ലിക്ക് ചെയ്താൽ മതി. ക്ലിയർ ആണല്ലോ? വേണ്ട 10,000 + 2,000 = 12,000. മനസ്സിലായ? തരുണിന് ക്ലിയർ ആണല്ലോ അല്ലേ? ഇവിടെ ചെയ്തതിൻ്റെ കൂടെ പ്ലസ് അടിച്ചിട്ട് സാലറിയുടെ സെല്ല് ക്ലിക്ക് ചെയ്താൽ മതി കേട്ടോ. ക്ലിയർ അല്ലേ? ഇനിയിപ്പോൾ അതിൻ്റെ കൂടെ എല്ലാവർക്കും ഇപ്പോൾ ഒരു ബോണസായിട്ട് 1,500 റുപ്യ കൊടുക്കണമെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അതും കൂട്ടി കിട്ടും. പ്ലസ് ഇട്ട് കൊടുത്താൽ മതി. ഓക്കെ. അപ്പോൾ ഇങ്ങനെ പേഴ്സൻറ്റേജിൻ്റെ ഇക്വേഷൻസ് നമുക്കിവിടെ വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. ഗ്രേഡിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? ഇവിടെ പേഴ്സൻറ്റേജ് പ്രിൻറ്റ് ചെയ്യുക. ക്ലിയർ ആണല്ലോ? സ്റ്റെപ്പ് ക്ലിയർ ആണല്ലോ? ഓക്കെ. ഇനി അടുത്ത് വരുന്നതാണ് സം പ്രൊഡക്റ്റ് എന്നുള്ള ഒരു ഇക്വേഷൻസ്. സം പ്രൊഡക്റ്റ് എന്താണ്? സം പ്രൊഡക്റ്റ് എന്താണ്? സം പ്രൊഡക്റ്റ് നിങ്ങളൊന്ന് പറഞ്ഞേ. എന്താണ് സം പ്രൊഡക്റ്റ്? എന്താ സമ്മ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? സമ്മ എന്ന് പറഞ്ഞാൽ എന്താ? കൂട്ടുക, ആഡ് ചെയ്യുക. പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഗുണിക്കുക. ഇപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് ഇവിടെ നോക്കി നോക്കി നിങ്ങൾ 5 ടയർ മേടിച്ചിട്ടുണ്ട് 100 രൂപ വെച്ചിട്ട്, 2 ഫിൽറ്റർ മേടിച്ചിട്ടുണ്ട് 10 രൂപ വെച്ചിട്ട്, 3 ബൾബ് മേടിച്ചിട്ടുണ്ട് 2 രൂപ വെച്ചിട്ട്. അപ്പോൾ നമ്മൾ സാധാരണ രീതിയിൽ ഇവിടെ പ്രൈസ് എമൗണ്ട് എന്ന് പറഞ്ഞിട്ടൊരു കോളം വേറെ കൊടുക്കും അല്ലേ? ഈക്വൽ ടു 5 × 100 അല്ലേ? അപ്പോൾ 500, 20, 6 ഇതൊക്കെ കൂടി കൂട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈക്വൽ ടു 500 + 20 + 6 ഇങ്ങനെയല്ലേ കൂട്ടുക? എന്നാൽ സം പ്രൊഡക്റ്റിന് ഇതിൻ്റെ ആവശ്യമില്ല. സം പ്രൊഡക്റ്റിന് ഇതിൻ്റെ ഇക്വേഷൻസ് ആവശ്യമില്ല. ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. ശ്രദ്ധിക്കാം. ഈക്വൽ ടു സം പ്രൊഡക്റ്റ്, സം PRODUCT, സം പ്രൊഡക്റ്റ്, ബ്രാക്കറ്റ് സ്റ്റാർട്ട് ചെയ്യാം. ബ്രാക്കറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ട് എന്താണോ ആദ്യം വാങ്ങിയിട്ടുള്ള സാധനങ്ങളുടെ എണ്ണം, കോമ നമ്മളിവിടെ മേടിച്ചിട്ടുള്ള എമൗണ്ടിൻ്റെ പ്രൈസ്. ക്ലിയർ ആണല്ലോ? ബ്രാക്കറ്റ് ക്ലോസ് ചെയ്ത് കൊടുത്ത് എൻ്റർ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ആൻസർ പ്രിൻറ്റ് ചെയ്തു. നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഓട്ടോമാറ്റിക്കായിട്ട് സം പ്രൊഡക്റ്റ് അവിടെ പ്രിൻറ്റ് ചെയ്തു. മനസ്സിലായില്ലേ? ക്വസ്റ്റ്യൻ മനസ്സിലായില്ലേ? ഈക്വൽ ടു സം പ്രൊഡക്റ്റ്, ബ്രാക്കറ്റ് സ്റ്റാർട്ട് ചെയ്യുക. ഫസ്റ്റ് ഈ കോളം, കോമ, പിന്നെ ഈ കോളം, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്ത് കൊടുത്തിട്ട്. ക്ലിയർ അല്ല? അതിൻ്റെ ഒരു വലിയൊരു എക്സാമ്പിൾ ഇവിടെ നമ്മൾ സെറ്റ് ചെയ്ത്, എല്ലാവരും ശ്രദ്ധിക്കുക. പ്രൊഡക്റ്റ് റെഡ് വൈന്, വൈറ്റ് വൈന്, ക്യാമ്പയിന്, ബീർ, ലെഗർ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളിവിടെ കുറച്ച് പ്രൊഡക്റ്റ് കൊടുത്തിട്ടുണ്ട്. ക്ലിയർ ആണല്ലോ? അതിൻ്റെ ഉള്ളിൽ കേസസ് ഇൻ സ്റ്റോക്ക് എന്നൊരു ഭാഗം കൊടുക്കും. അതായത് എത്ര കേസ് നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ടെന്നാണ് ചോദിക്കും. എത്ര കേസ് നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട്. അതായത് ഒരെണ്ണത്തിൽ റെഡ് വൈന് 10 എണ്ണം ഉണ്ട്, വൈറ്റ് വൈന് 8 എണ്ണം ഉണ്ട്, ഷാമ്പയിൻ എന്തുണ്ട് 5 എണ്ണം ഉണ്ട്, ബീർ 50 എണ്ണം ഉണ്ട്, ലെഗർ 100 കേസ് കയ്യിലുണ്ട്. ഒരു കേസിൻ്റെ പ്രൈസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്.
ഒരു കേസിൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരെണ്ണത്തിന് 120 രൂപ, 130 രൂപ, 200 രൂപ, 24 രൂപ, അതേപോലെ തന്നെ 24 രൂപ. ഒരു മിനിറ്റ് കേട്ടോ, അതൊക്കെ ഞാൻ വരുന്നുണ്ട്. ഒരു 8:30 ഇവിടെ നിന്ന് ഇറങ്ങും, ഒരു 8:45 നമുക്ക് എത്താം കേട്ടോ. ശരി, ശരി. വീടിൽ നിന്ന് മേടിച്ചിട്ടുണ്ട്. ശരി, ഓക്കെ. ശ്രദ്ധിക്കൂട്ടാ. എല്ലാവരും ശ്രദ്ധിക്കുക. സൗണ്ട്. അപ്പോൾ ഞാനിവിടെ നിന്നിട്ട് പറയുകയാണ്, എനിക്ക് 120 റുപ്യ കേസ് കണ്ടോ, 130 റുപ്യ, 200 റുപ്യ, 24 റുപ്യ, 30 റുപ്യ. അതുപോലെ തന്നെ ബോട്ടിൽ കേസുകൾ കൊടുത്തിട്ടുണ്ട്. ബോട്ടിൽ കേസ് എന്ന് പറയുന്നത് എത്ര ബോട്ടിലുണ്ടെന്നാണ് ചോദിക്കുന്നത്. ഒരു കേസിൽ എത്ര ബോട്ടിലുണ്ടെന്ന് ചോദിക്കുന്നത്. അപ്പോൾ ആദ്യം എത്ര കേസ് ഉണ്ട് എന്നുള്ളത് കാണിച്ചു. പിന്നത്തെ കേസിൻ്റെ പ്രൈസ് കൊടുത്തു. അതായത് ഒരു കേസിന് 120 റുപ്യ. ബോട്ടിലിൻ്റെ കേസിന് ഒരു ബോട്ടിലിൻ കേസിൽ 10 ബോട്ടിലുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ബോട്ടിലിന് എന്താ വില എന്നുള്ളതാണ് ചോദിക്കുന്നത്. എന്താ വില ബോട്ടിലിന്? എങ്ങനെ കാണാം? 120 റുപ്യ കേസിൻ്റെ പ്രൈസ്. 10 ബോട്ടിൽ നമ്മുടെ കയ്യിലുണ്ട്. 10 ബോട്ടിലാണ് ഒരു കേസിലുള്ളത്. 10 ബോട്ടിലിനാണ് 120 റുപ്യ. അപ്പോൾ ഒരു ബോട്ടിലിൻ്റെ വില എങ്ങനെ കാണാം? ഈക്വൽ ടു 120 ഹരിക്കണം 10 അല്ലേ? അപ്പോൾ ഒരു ബോട്ടിലിന് നമുക്ക് ചിലവ് വന്നിട്ടുള്ളത് 12 റുപ്യാണ്. ഇനി ഈ 12 രൂപയുടെ ഒരു 25% എനിക്ക് പ്രോഫിറ്റ് കൊടുക്കും. അപ്പം ഞാൻ നമ്മുടെ ഷോപ്പിലേക്ക് കുറേ സാധനങ്ങൾ ഇറക്കി, 12 റുപ്യ ചിലവുണ്ടിരിക്കും. ഞാനത് 12 റുപ്യക്ക് തന്നെ തിരിച്ച് വിൽക്കില്ലല്ലോ, എന്തെങ്കിലും ഒരു മാർജിൻ എടുത്തിട്ടല്ലേ വിൽക്കുക. ക്ലിയർ ആണല്ലോ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കേസ് ഇത്രേ ഉള്ളൂ. എത്ര ശതമാനം ലാഭം എടുക്കേണ്ടതെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ റെഡ് വൈനിന് 25% ലാഭം എടുക്കുന്നുണ്ട്, വൈറ്റ് വൈനിന് 25%, ക്യാമ്പയിന് ഇവിടെ ഓട്ടോമാറ്റിക് 80% യൂസ് ചെയ്യുന്നുണ്ട്, ബീറിന് 20%, ലഗറിന് 25%. അപ്പോൾ ഇവിടെ എന്താ ചെയ്യേണ്ടത്? എല്ലാവരും ശ്രദ്ധിക്കേണ്ട. ഈക്വൽ ടു 12 റുപ്യാണ് നമ്മുടെ ബോട്ടിലിൻ്റെ വില ആണല്ലോ. പ്ലസ് ഇടുക, വീണ്ടും ബോട്ടിൽ കോസ്റ്റ് ഇൻറ്റു മാർക്ക്. സ്റ്റെപ്പ് മനസ്സിലായ? അതായത് 12 രൂപയാണ് നമ്മുടെ ബോട്ടിലിൻ്റെ വില, ബോട്ടിൽ കോസ്റ്റിൻ്റെ വില, പ്ലസ് അതിൻ്റെ കൂടെ ബോട്ടിൽ കോസ്റ്റ് ഇൻറ്റു മാർക്ക്. ക്ലിയർ ആണല്ലോ? അപ്പോൾ നോക്കിക്കേ, നമ്മൾ 15 റുപ്യക്കാണ് അതിൻ്റെ ലാഭം എടുത്തിട്ട് വിൽക്കുമ്പോൾ 15 റുപ്യ നമ്മളെ ബോട്ടിലിന് ചിലവ്. മനസ്സിലായ? 33 റുപ്യ വില ഉണ്ടായിരുന്ന ക്യാമ്പയിന് 80% ലാഭം എടുക്കുമ്പോൾ നമ്മൾ 60 റുപ്യക്ക് വിൽക്കണം. ക്ലിയർ അല്ലേ? ഈ സ്റ്റെപ്പ് ക്ലിയർ അല്ലേ? ഓക്കെ. അങ്ങനത്തെ ഒരു എക്സാമ്പിളാണ് ഇപ്പോൾ ഇവിടെ വർക്കൗട്ട് ചെയ്തിട്ടുള്ളത്. എല്ലാവരും ശ്രദ്ധിക്കുക. ഞാനിവിടെ കുറച്ച് പ്രൊഡക്റ്റ്, കേസസ് ഇൻ സ്റ്റോക്ക്, കേസിൻ്റെ പ്രൈസ്, ബോട്ടിലിൻ കേസ്, അതായത് എത്ര ബോട്ടിലുണ്ട് എന്ന് പറയുന്നത്, ബോട്ടിലിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് കേസിൻ്റെ പ്രൈസ് ഡിവൈഡഡ് ബൈ എത്ര എണ്ണം ഉണ്ട് എന്നുള്ളത് ഹരിച്ചു കഴിഞ്ഞാൽ കിട്ടും. ഒരു 25% ലാഭം എടുത്തിട്ട് ഞാനിവിടെ വിൽക്കുമ്പോൾ 12 രൂപ പ്ലസ് 12ൻ്റെ 25%. ക്ലിയർ ആണല്ലോ? ഇനി നമ്മൾ ഉത്തരമൊക്കെ കണ്ടതിന് ശേഷം ഞാൻ ഇവിടെ കാണാൻ പോണത് ഇത്രയാണ്. ഞാൻ എത്ര രൂപയ്ക്ക് മേടിച്ചു, എത്ര രൂപയ്ക്ക് വിറ്റു, അതാണ് എനിക്ക് കാണേണ്ടത്. ഞാൻ എൻ്റെ കടയിലേക്ക് എത്ര രൂപയുടെ പ്രൊഡക്റ്റ് മേടിച്ചു, എത്ര രൂപയുടെ പ്രൊഡക്റ്റ് വിറ്റു എന്ന് പറയണം. എത്ര രൂപയുടെ പ്രൊഡക്റ്റാണ് നമ്മൾ മേടിച്ചിട്ടുള്ളത്?
നിങ്ങളൊന്ന് പറഞ്ഞേ. 10 കേസ് ഉണ്ട് അല്ലേ, 120 റുപ്യ. അപ്പോൾ 120 × 10 അല്ലേ? ക്ലിയർ ആണല്ലോ? സംഭവം മനസ്സിലായില്ലേ? ഈക്വൽ ടു ഇത് ഇൻറ്റു ഇത്. ഓക്കെ, ഇതൊക്കെ കൂടി കൂട്ടിയാൽ കിട്ടുന്ന എമൗണ്ടാണ് നമുക്ക് എന്ത്, നമ്മൾ എത്ര രൂപ ചിലവായി എന്നുള്ളത് ഇതാണ്. അത് നമുക്ക് ഇങ്ങനെ എഴുതാതെ നമ്മൾ കാൽക്കുലേഷൻസ് വെച്ച് ചെയ്യാൻ പോവുകയാണ്. എല്ലാവരും ശ്രദ്ധിക്കുക. ഈക്വൽ ടു സം പ്രൊഡക്റ്റ് എന്ന് ടൈപ്പ് ചെയ്യാം. സം പ്രൊഡക്റ്റ് ബ്രാക്കറ്റ് സ്റ്റാർട്ട് ചെയ്യുക. ആദ്യം നമ്മൾ കേസസ് ഇൻ സ്റ്റോക്ക്, എത്ര കേസ് നമ്മുടെ കയ്യിലുണ്ട് എന്നുള്ളത് കാണിച്ചു കൊടുത്തു, കോമ കേസിൻ്റെ പ്രൈസ്. മനസ്സിലായ? കേസിൻ്റെ പ്രൈസ് മനസ്സിലായില്ലേ? ഇനി എന്ത് ചെയ്യാണ്, ഇവിടെ നിന്ന് ഞാൻ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്ത് കൊടുത്തിട്ട് എൻ്റർ ക്ലോസ്. അപ്പം ഞാൻ 7440 റുപ്യയുടെ പ്രൊഡക്റ്റ് ഞാൻ മേടിച്ചിട്ടുണ്ട്. ക്ലിയർ ആണല്ലോ? ഇനി ഞാനത് എത്ര റുപ്യക്ക് വിറ്റുണ്ട് എന്നാണ് ചോദിക്കുന്നത്. എത്ര റുപ്യക്ക് വിറ്റത് എങ്ങനെ കാണുക, നമ്മൾ വിറ്റത് എങ്ങനെ കാണുക? ശ്രദ്ധിക്കുക. ഈക്വൽ ടു സം പ്രൊഡക്റ്റ് PRODUCT സം പ്രൊഡക്റ്റ് ബ്രാക്കറ്റ് സ്റ്റാർട്ട് ചെയ്യുക. കേസസ് ഇൻ സ്റ്റോക്ക് കോമ ബോട്ടിൽ ഇൻ കേസ് കോമ നമ്മൾ ബോട്ടിലിൻ്റെ സെല്ലിംഗ് പ്രൈസ്. മനസ്സിലായ? അപ്പോൾ നമുക്ക് എത്ര പ്രോഫിറ്റ് ഉണ്ട്? ഈ 9790 മൈനസ് നമ്മൾ മേടിച്ചത് ഇത്ര റുപ്യ. അതായത് ഇത്രയും പ്രൊഡക്റ്റ് നമ്മൾ ഇത്രയും മാർജിൻ വെച്ച് വിറ്റ് കഴിഞ്ഞാൽ നമുക്ക് 2350 രൂപ വരെ എന്തുണ്ട്, ലാഭം കിട്ടും. ക്വസ്റ്റ്യൻ മനസ്സിലായ? ഈ എക്സാമ്പിൾ മനസ്സിലായില്ലേ? സം പ്രൊഡക്റ്റിൻ്റെ ഒരു എക്സാമ്പിൾ പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനത്തെ ഒരു വർക്ക് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. സം പ്രൊഡക്റ്റിൻ്റെ ഒരു എക്സാമ്പിൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനത്തെ ഒരു എക്സാമ്പിൾ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. ശരിക്കും വെച്ചാൽ കൂട്ടുക ഗുണിക്കുക എന്നുള്ളൊരു ഇക്വേഷൻസ് ആണ് സം പ്രൊഡക്റ്റ്. ക്ലിയർ അല്ലേ? കൂട്ടുക ഗുണിക്കുക എന്നുള്ളത് ഞാൻ ഒന്നുകൂടി ജസ്റ്റ് ഒന്ന് കാണിക്കുക. എല്ലാവരും ശ്രദ്ധിക്കുക. ഡൗട്ടുള്ളവർ ശ്രദ്ധിക്കട്ടോ. അതായത് ഇത്രയുള്ളൂ, ഈക്വൽ ടു സം പ്രൊഡക്റ്റ് PRODUCT സം പ്രൊഡക്റ്റ് ബ്രാക്കറ്റ് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ ആദ്യം ചെയ്തത് കേസസ് ഇൻ സ്റ്റോക്ക് കോമ കേസസ് ഇൻ പ്രൈസ്. ക്ലിയർ ആണല്ലോ? പിന്നെ ചെയ്തത് ശ്രദ്ധിക്കുക. ഈക്വൽ ടു സം പ്രൊഡക്റ്റ് ബ്രാക്കറ്റ് സ്റ്റാർട്ട് ചെയ്യുക. കേസസ് ഇൻ സ്റ്റോക്ക് കോമ ബോട്ടിൽ ഇൻ കേസ്. മനസ്സിലായല്ലോ? എത്ര ബോട്ടിലാണ് കേസിലുള്ളത് എന്നുള്ളതാണ് നമ്മളിവിടെ കാണിക്കുന്നത്. കോമ ഇവിടെ നമ്മൾ ഒരെണ്ണത്തിൻ്റെ വില കിട്ടിയിട്ടുണ്ട്, കണ്ടില്ലേ? അതുകൊണ്ടാണ് നമ്മളിത് ഇങ്ങനെ കൂട്ടുന്നത് കേട്ടോ. ബോട്ടിൽ ഇൻ കേസസ് കോമ പിന്നെ ഇവിടെ നമ്മൾ അബാക്കും. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ കീ. പ്രോഫിറ്റ് കാണാനായിട്ട് ഈക്വൽ ടു ഈ സെല്ല് മൈനസ് ഈ സെൽ. ക്ലിയർ ആണല്ലോ? ഈ ഭാഗം മനസ്സിലായല്ലോ? അനന്തു ശരി. ഇനി അടുത്ത് നമ്മൾ പഠിക്കാനുള്ളതാണ് മാക്രോ. നമ്മൾ ചെയ്തതല്ലായിരുന്നു? മാക്രോ സ്ക്രിപ്റ്റ് എഴുതി ചെയ്തതല്ലായിരുന്നു തരുണേ? പറഞ്ഞ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല അല്ലേ? ഓക്കെ. ശരി. ശ്രദ്ധിക്കുക. ആ ബട്ടൺ ക്രിയേറ്റ് ചെയ്യണമൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ? ഇല്ല അല്ലേ? ഒരു ബട്ടൺ അത് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നില്ലേ? ഓക്കെ. ലാസ്റ്റത്തെ ഒരു വലിയ സ്ക്രിപ്റ്റ് എഴുതുന്നത് കാണിക്കാമെന്നല്ലേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ. മറ്റേ ബട്ടൺ ഉണ്ടാക്കണതും
ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ കോളങ്ങളും റോകളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യണ ഭാഗങ്ങൾ നമ്മൾ പറഞ്ഞതാണല്ലോ, പറഞ്ഞതല്ലേ. ശരി ശരി. ഇനി അടുത്ത് നമ്മൾ പഠിക്കുന്നത് ബോണസ് എന്നുള്ളൊരു ഇക്വേഷൻ. ബോണസ് ഒന്ന് പഠിച്ചു, ചിലപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടാവും, ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഓർമ്മയില്ലാത്തതുകൊണ്ടാണ് ഞാനിപ്പോൾ അത് പറയുന്നത്. ബോണസ് നെയിം, ബേസിക് സാലറി, നെയിം ബേസിക് സാലറി, സെയിൽസ്, ടാർജറ്റ് പറഞ്ഞില്ല, ബോണസ്, നെറ്റ് സാലറി. ശ്രദ്ധിക്കാം. ഓക്കെ, ഓരോരുത്തരുടെ സാലറി ഞാനിവിടെ പ്രിൻ്റ് ചെയ്തു. ഓരോരുത്തരുടെ സാലറി ഞാനിവിടെ പ്രിൻ്റ് ചെയ്തു. സോറി, ഇതൊരു 500 വിറ്റു, 600 വിറ്റു, 700 വിറ്റു, ഒരു 900 വിറ്റു, 500 വിറ്റു, 750 വിറ്റു, 1450, 2550, 1450 ഒക്കെ വിറ്റു. ക്ലിയർ അല്ലേ? ടാർജറ്റ് ഇയാൾക്ക് കൊടുത്തിട്ടുണ്ടായിരുന്ന ടാർജറ്റ് 600, ഇയാൾക്ക് 500, ഇയാൾക്ക് 450, ഇയാൾക്കൊരു 850, 450, 700, ഇയാൾക്കൊരു 1300, ഇയാൾക്കൊരു 2500, ഇയാൾക്കൊരു 1400. എന്നോട് കമ്പനി പറയണെന്ന്, അതായത് ടാർജറ്റ് മുട്ടിയിട്ടുള്ള ആൾക്കാർക്കൊക്കെ ശമ്പളത്തിൻ്റെ ഒരു 8% ബോണസ് കൊടുത്തു എന്ന് പറയണം. മനസ്സിലായ? ഇതിലാർക്കൊക്കെ ബോണസ് കൊടുക്കും? ആൽബി, അതിലാർക്കൊക്കെ ബോണസ് കൊടുക്കും? ടാർജറ്റ് മുട്ടിയിട്ടുള്ള ആൾക്കാർക്ക്. ക്ലിയർ ആണല്ലോ? ഞാൻ പറഞ്ഞ ചോദ്യം മനസ്സിലായില്ലേ? നമുക്ക് ടാർജറ്റ് മുട്ടിയിട്ടുള്ള ആൾക്കാർക്ക് എന്ത് ചെയ്യണം? എനിക്കിവിടെ ബോണസ് കൊടുക്കണം. അപ്പോൾ ടാർജറ്റ് ഇവിടെ അച്ചീവ് ചെയ്തിട്ടുള്ള ടാർജറ്റ് 600, പക്ഷേ ഇയാൾ വിറ്റിട്ടില്ല അല്ലേ? നമുക്കൊരു ഇക്വേഷൻ ഉണ്ടാക്കാം. ഈക്വൽ ടു, ഇഫ്, ബ്രാക്കറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഞാൻ പറയുകയാണ്, ടാർജറ്റിനേക്കാൾ വലുതാണ് എന്ത്? സെയിലെങ്കിൽ. മനസ്സിലായ? ടാർജറ്റ് ചെറുതും സെയിൽ വലുതാണ് എങ്കിൽ എന്താണ്? ബേസിക് സാലറി ഇൻറ്റു 8%, കോമ, അല്ലെങ്കിൽ ഇൻവെർട്ട് കോമയിൽ 0. മനസ്സിലായല്ലോ ക്വസ്റ്റ്യൻ? ഈ ക്വസ്റ്റ്യൻ മനസ്സിലായില്ലേ? ഇയാൾക്ക് കിട്ടില്ല. കാരണം എന്താ? ഇയാളുടെ ടാർജറ്റ് മുട്ടിയിട്ടില്ല. ഓക്കെ, ക്ലിയർ ആണല്ലോ? അതായത് ഒരു മിനിറ്റ് കേട്ടോ, അവിടെ ചെറിയൊരു എറർ വന്നിട്ടുണ്ട്. ഇവിടെ ടാർജറ്റിനേക്കാൾ വലുതാണ് ഇയാൾ. ഇതൊക്കെയാണ്, ഇതൊക്കെ വലുതാണ് അല്ലേ? ഇതൊക്കെ വലുതാണല്ലോ. മനസ്സിലായ? മറിച്ച് ഈ സെയിൽ ഇപ്പോൾ ഇവിടെ നോക്കി നോക്കി, 2500 ടാർജറ്റുള്ള ആൾക്ക് അയാളൊരു 1500 വിറ്റുള്ളൂ എന്ന് വിചാരിക്കുക. കണ്ട, അയാൾക്ക് ബോണസ് കിട്ടില്ല. ഇയാളൊരു 350 വിറ്റിട്ടുള്ളൂ എന്ന് വിചാരിക്കുക, അപ്പോഴും അയാൾക്ക് ബോണസ് കിട്ടില്ല. ക്ലിയർ ആണല്ലോ? ഇക്വേഷൻ മനസ്സിലായില്ലേ? ഈക്വൽ ടു
ഇഫ് അത് എഴുതാം, ഇക്വേഷൻ എഴുതുന്നതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് കേട്ടോ. ഈക്വൽ ടു ഇഫ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്തിനേക്കാൾ കണ്ടോ, ഈ സെല്ലിനേക്കാൾ വലുതാണ് ടാർജറ്റ്. കണ്ടോ, ശ്രദ്ധിക്കണം കേട്ടോ, നമ്മൾ ക്ലിക്ക് ചെയ്ത സെല്ലുകൾ മറക്കരുത്. H6 എന്ന് പറയുന്നത് ടാർജറ്റിൻ്റെ സെല്ലാണ്. ടാർജറ്റിൻ്റെ സെല്ല് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്തിനേക്കാൾ, സെയിൽസിനേക്കാൾ. അങ്ങനെയാണെങ്കിൽ കോമ ബേസിക് സാലറി ഇൻറ്റു 8%, കോമ അല്ലെങ്കിൽ ഇൻവെർട്ട് കോമയിൽ 0. ക്ലിയർ ആണല്ലോ. ഇനി നെറ്റ് സാലറി കണ്ടുകൂടെ, ബേസിക് സാലറി പ്ലസ് ബോണസ്. ടാർജറ്റ് മുട്ടിയ ആൾക്കാർക്കൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് വരും, ഇതിൻ്റെ കൂടെ 8% പ്രിൻ്റ് ചെയ്ത് വരും. ടാർജറ്റ് മുട്ടാത്ത ആൾക്കാർക്കൊക്കെ നോർമൽ സാലറി മാത്രം പ്രിൻ്റ് ചെയ്തുണ്ട്. ക്ലിയർ ആണല്ലോ. ഈ ഭാഗം മനസ്സിലായില്ലേ? ആൽബിക്ക് മനസ്സിലായില്ലേ? ആൽബി ഓക്കെ. ഇനി ഒരു വർക്കും കൂടി നമുക്ക് പറഞ്ഞിട്ട് ഞാൻ മെയിൽ അയച്ചു തരാം. SYD എന്ന് പറഞ്ഞിട്ടൊരു ഇക്വേഷൻസ് നമ്മൾ പറഞ്ഞിട്ടുണ്ടോ? SYD പറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ, തരുണേ പറഞ്ഞില്ല. ഓക്കെ, ശ്രദ്ധിക്കട്ടോ. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡിപ്രീസിയേഷൻ്റെ പ്രോബ്ലം പറഞ്ഞതാണോ? പറഞ്ഞതായിരുന്നു അല്ലേ? SYD പറഞ്ഞതായിരുന്നു. ഓക്കെ, ശരി. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത വേറൊരു വർക്ക് നോക്കാം. ഒരു വർക്കും കൂടി നമുക്ക് നോക്കാം. മാച്ച് ഇൻഡെക്സ് പറഞ്ഞതല്ലേ ഞാൻ? മാച്ച് ഇൻഡെക്സ്, അഡ്വാൻസ്ഡ് ഫിൽറ്റർ അതൊക്കെ പറഞ്ഞതല്ലേ? മാച്ച് ഇൻഡെക്സ്, അഡ്വാൻസ്ഡ് ഫിൽറ്റർ ഭാഗങ്ങളൊക്കെ പറഞ്ഞതല്ലേ? ഓക്കെ. പിന്നെ കൺസോളിഡേറ്റ് ഡാറ്റ വാലിഡേഷൻ ആ ഭാഗമൊക്കെ പറഞ്ഞതല്ലേ? കൺസോളിഡേറ്റ് ഡാറ്റ വാലിഡേഷൻസ്, ഫിൽറ്റർ, അഡ്വാൻസ് ഫിൽറ്റർ, അതുപോലെ തന്നെ വാട്ടിഫ് അനലൈസിസ് ഇതൊക്കെ പറഞ്ഞതല്ലേ? ഗോൾ സീക്ക്, ഡാറ്റ ടേബിൾ, സിനാരിയോ മാനേജറൊക്കെ പറഞ്ഞതല്ലേ? ക്ലിയർ ആണല്ലോ? പറഞ്ഞതാണ്. ഞാൻ ഏത് ഭാഗം പറയാത്തതെന്നുള്ളത് നോക്കിയതായിരുന്നു കേട്ടോ. പിവറ്റ് ടേബിൾ പറഞ്ഞാൽ നമ്മൾ ഹൈപ്പർ ലിങ്ക് പറഞ്ഞിട്ടാ? ഇല്ലല്ലോ. ഹൈപ്പർ ലിങ്ക് ഒരു ഫയലിൽ നിന്ന് മറ്റൊരു ഫയലിലേക്കുള്ള ലിങ്ക് കണക്ട് ചെയ്യണത് പറഞ്ഞിട്ടാ? ഇല്ലെങ്കിൽ കുഴപ്പമില്ല, ഞാനിതൊന്ന് ജസ്റ്റ് കാണിക്കാം, ശ്രദ്ധിക്കട്ടാ. ഡേറ്റ് ഡിഫ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തു, ആൻഡ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തു, റാങ്ക് എന്ന് പറഞ്ഞിട്ട് കൊടുത്തു, ചൂസ്, കോൺകേറ്റ്നേറ്റ് കോൺകേറ്റ്നേറ്റ്, പിന്നെ കൺവേർട്ട്, ഇന്ന് പഠിച്ച കാര്യങ്ങളാണ് ഇതൊക്കെ. പിന്നെ പേഴ്സൻറ്റേജ്, പിന്നെ സം പ്രൊഡക്റ്റ്, ദെൻ ബോണസ്. ഇന്നിപ്പോൾ നമ്മൾ പഠിച്ച കുറച്ച് ഇക്വേഷൻസുകളാണ് ഇപ്പോൾ ഇവിടെ നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇതിന് ഞാൻ ഹൈപ്പർ ലിങ്ക്, ഒരു ഫയലിൽ നിന്നും മറ്റൊരു ഫയലിലേക്കുള്ള ലിങ്കിനെയാണ് നമ്മൾ ഹൈപ്പർ ലിങ്ക് എന്ന് പറയുന്നത്. ശ്രദ്ധിക്കുക, ഡേറ്റ് ഡിഫിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് നമ്മളിപ്പോൾ ചെയ്തിട്ടുള്ള ഡേറ്റ് ഡിഫിലേക്ക് പോകണം. ആൻഡിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആൻഡിലേക്ക് പോകണം, റാങ്കിൽ ക്ലിക്ക് ചെയ്താൽ റാങ്കിലേക്ക് പോകണം, ചൂസിൽ ക്ലിക്ക് ചെയ്താൽ ചൂസിലേക്ക്, അങ്ങനെ ഓരോന്നും ഓരോ ഷീറ്റുകളിലേക്ക് ലിങ്ക് വേണമെന്ന് വിചാരിക്കുക. ക്ലിയർ ആണല്ലോ? നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. സെലക്ഷൻ ചെയ്ത് വെച്ച് കൊടുത്ത് ഒന്നെങ്കിൽ ഇൻസേർട്ടിലെ ഹൈപ്പർ ലിങ്ക് പറയാം, അല്ലെങ്കിൽ കൺട്രോൾ കെ പറയാം. അത് പറഞ്ഞിട്ടുണ്ടോ? അല്ലല്ലോ തരണേ? ഞാൻ പറഞ്ഞിട്ടുണ്ടാവില്ല. ഓക്കെ, അതിൽ പ്ലേസ് ഇൻ ദിസ് ഡോക്യുമെൻറ്റ്,
ശ്രദ്ധിക്കുക, പ്ലേസ് ഇൻ ദിസ് ഡോക്യുമെൻറ്റ്. അതിൽ നിന്ന് ഓരോ ഫയലിലേക്കും ഓരോ ഷീറ്റുകളിലേക്കും നിങ്ങൾ ലിങ്ക് കണക്ട് ചെയ്ത് കൊടുക്കും. ക്ലിയർ ആണല്ലോ? ഇത് കൊടുത്തു. Ctrl+K ആൻഡ് പ്ലേസ് ഇൻ ദിസ് ഡോക്യുമെൻറ്റിലിട്ടാ ഇതേ ഷീറ്റിൽ തന്നെ ആയ കാരണമാണ് ഇങ്ങനെ കൊടുക്കുന്നത്. Ctrl+K ഞാൻ എന്ത് ചെയ്തു, റാങ്ക് എന്നുള്ള പേജിലേക്ക്, ചൂസ് എന്നുള്ള പേജിലേക്ക്, കോൺകേറ്റ്നേറ്റ് എന്നുള്ള പേജിലേക്ക്, കൺവേർട്ട് എന്നുള്ള പേജിലേക്ക്, പേഴ്സൻറ്റേജ് എന്നുള്ള പേജിലേക്ക്, സം പ്രൊഡക്റ്റ് എന്നുള്ള പേജിലേക്ക്, ദെൻ ബോണസ് എന്നുള്ള പേജിലേക്ക്. ക്ലിയർ ആണല്ലോ? ഇനി നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഇവിടെ നോക്കി നോക്കി, കൺവേർട്ടിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ കൺവേർട്ട് എന്നുള്ള പേജിലേക്ക് പോയി. കണ്ട? മനസ്സിലായ? ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇങ്ങനെ നമുക്ക് ഒരു കമ്പനിയുടെ, ഇപ്പോൾ നമ്മളൊരു കമ്പനിയിൽ ഒരു വർക്ക് തുടങ്ങുന്ന സമയത്ത് എല്ലാം അതിലുള്ളൊരു 100 പ്രൊഡക്റ്റ് ഉണ്ടെങ്കിൽ 100 പ്രൊഡക്റ്റിൻ്റെ പേരും ഓട്ടോമാറ്റിക്കായിട്ട് അത് ഫസ്റ്റ് ഷീറ്റിൽ സെറ്റ് ചെയ്തിട്ടുണ്ടാവും. എന്നിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള പ്രൊഡക്റ്റിൻ്റെ മുകളിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രൊഡക്റ്റിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോവുക ചെയ്യാം. ക്ലിയർ അല്ലേ? ക്ലിയർ ആണല്ലോ? അപ്പോൾ അങ്ങനെ സെറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന എക്സലിൽ ഉപയോഗിക്കുന്ന ഒരു ഇക്വേഷൻസ് ആണ് എന്ത്, ഹൈപ്പർ ലിങ്ക് എന്നുള്ള കൺസെപ്റ്റ്. ഹൈപ്പർ ലിങ്ക് എല്ലാവർക്കും മനസ്സിലായല്ലോ? ഇപ്പോൾ സം പ്രൊഡക്റ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ സം പ്രൊഡക്റ്റിലേക്ക് പോയി. കണ്ട? ബോണസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ ബോണസിലേക്ക് പോയി, ആ ഷീറ്റിലേക്ക് പോയത്. കണ്ട? ആൽബി ക്ലിയർ ആണല്ലോ? ആൽബി ക്ലിയർ ആണല്ലോ? ആൽബി അനന്തുവിന് ക്ലിയർ ആണല്ലോ? ഓക്കെ ഓക്കെ, ഞാൻ എന്തായാലും ഈ ഫയൽ അയക്കാം ഏട്ടാ. ഒരു മിനിറ്റ്, ഞാനതൊന്ന് സ്റ്റോപ്പ് ചെയ്തോട്ടെ.